+1 റിവിഷൻ ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ഡിസ്കസ് ചെയ്തു. നമ്മൾ പറഞ്ഞിരുന്നു ഇലാസ്റ്റിസിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു അത്. വളരെ ചെറിയ ചാപ്റ്റർ ആയിരുന്നു. ഇനി നമുക്കതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിൽ ഫ്ലൂയിഡ്സിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്, അല്ലേ? ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണത്? ദ മെറ്റീരിയൽസ് വിച്ച് ക്യാൻ ഫ്ലോ, അല്ലേ? അപ്പം അവിടെ ഫ്ലോ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിനെ വിളിച്ച പേരായിരുന്നു എന്ത്? ഫ്ലൂയിഡ്സ് എന്നുള്ളത്. പ്രധാനമായിട്ടും നമ്മൾ വരുന്ന ഏതൊക്കെയാണ്? ലിക്വിഡും ഗ്യാസുമാണ് ഫ്ലൂയിഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരം ഫ്ലൂയിഡ്സിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, നേരിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുക, കൂടെ പഠിക്കാൻ ശ്രമിക്കുക, ഡെറിവേഷൻസ് ഒക്കെ എഴുതി പഠിക്കുക. ഓക്കെ, ലെങ്തി ചാപ്റ്റർ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് കവർ ചെയ്യേണ്ടതുണ്ട്. നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഫ്ലൂയിഡ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. ഫ്ലൂയിഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ദ മെറ്റീരിയൽസ് വിച്ച് ക്യാൻ ഫ്ലോ, സച്ച് മെറ്റീരിയൽസ് ആർ നോൺ ആസ് ഫ്ലൂയിഡ്സ്, അല്ലേ? ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് പറഞ്ഞു? ലിക്വിഡിനെയും ഗ്യാസിനെയും നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫ്ലൂയിഡ് എന്ന്. ഓക്കെ, ദെൻ ഫ്ലൂയിഡ്സിന് മറ്റു ചില പ്രത്യേകതകൾ പഠിച്ചിട്ടുണ്ട്. അതിന് ഡെഫിനിറ്റ് ഷേപ്പോ സ്ട്രക്ചറോ ഇല്ല നമുക്കറിയാം. നമ്മളത് എടുക്കുന്ന കണ്ടെയ്നറിന്റെ ഷേപ്പ് ആയിരിക്കും, അല്ലേ? അതിന് ഫ്ലോ ചെയ്യാൻ സാധിക്കും. ഇത്തരം പ്രോപ്പർട്ടീസ് ഒക്കെയാണ് നമ്മൾ സാധാരണ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ ഫ്ലൂയിഡ്സിന് പറയാറ്. ഓക്കെ, ദെൻ ഫ്ലൂയിഡ്സുമായി റിലേറ്റ് ചെയ്യുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില മെഷർമെന്റ്സ് ആണ് എന്തൊക്കെ? പ്രഷറും അതുപോലെ ഡെൻസിറ്റിയും. ഓക്കെ, പ്രഷർ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത ക്വാണ്ടിറ്റിയാണ്. എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് എന്ത്? പ്രഷർ എന്ന് പറയുന്നത്. അപ്പം ഒരു ഫ്ലൂയിഡിനുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ യൂണിറ്റ് ഏരിയയിൽ ഡെവലപ്പ് ചെയ്യുന്ന ത്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിട്ടുള്ളത്? ഫ്ലൂയിഡ് പ്രഷർ എന്ന് വിളിച്ചിട്ടുള്ളത്. ഫ്ലൂയിഡ് പ്രഷറുമായി റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ ചെറിയൊരു കൺവേർഷൻ അവിടെ ഓർത്ത് വെക്കുക. 1 ATM, അല്ലെ? പ്രഷറിന് ഉപയോഗിക്കുന്ന നമ്മൾ ഫ്ലൂയിഡ് പ്രഷറിന് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് എന്ത്? ATM. 1 ATM ഈക്വൽ ടു അറൌണ്ട് എത്രയാണ്? 10⁵ പാസ്കൽ ആണ്. ആ കൺവേർഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, കാരണം SI യൂണിറ്റ് എന്താണ്? പാസ്കൽ ആണ്. ഓക്കെ, ദെൻ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാസ് പെർ യൂണിറ്റ് വോളിയം ആണ് എന്ത്? ഡെൻസിറ്റി. അപ്പൊ യൂണിറ്റ് വോളിയത്തിലെ ഒരു സബ്സ്റ്റൻസിന്റെ മാസ് ആണ് ഡെൻസിറ്റി ആയിട്ട് നമ്മൾ പറയാറ്. ക്ലിയർ? നമുക്കറിയാം അതിന്റെ യൂണിറ്റും ഡയമെൻഷനും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളതാണ്. ദെൻ ഡെൻസിറ്റി ഓഫ് വാട്ടർ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, കാരണം നമ്മൾ ഡെൻസിറ്റിയെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് എടുക്കുന്നത് പലപ്പോഴും വാട്ടർ ആണ്. വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാണ്? 10⁵ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, അല്ലെങ്കിൽ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് നമുക്ക് പറയാം. ദെൻ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊരു മെറ്റീരിയലിന്റെയും ഡെൻസിറ്റി നമ്മൾ വാട്ടറിന്റെ ഡെൻസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്താൽ കിട്ടുന്ന ഡെൻസിറ്റിയെ വിളിച്ച പേരായിരുന്നു എന്ത്? റിലേറ്റീവ് ഡെൻസിറ്റി. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ക്ലിയർ ആണല്ലോ? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ക്വാണ്ടിറ്റി ആണ്. അതിന് യൂണിറ്റോ ഡയമെൻഷനോ ഇല്ല എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത് ആണ്, അല്ലേ? നമ്മൾ ഫ്ലൂയിഡ് പ്രഷർ പഠിച്ചപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കിയ കാര്യമാണ് ഫ്ലൂയിഡിൽ ഡെപ്ത് കൂടുന്തോറും എന്ത് കൂടി വരുന്നുണ്ട്? പ്രഷർ കൂടി വരുന്നുണ്ട്. പക്ഷെ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ താഴേക്ക് പോകുമ്പോൾ വാട്ടർ എടുത്തു അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡ് എടുത്തു, താഴേക്ക് പോകുന്തോറും എന്ത് കൂടി വരും? അതിനെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കൂടി വരും. എന്നാൽ ഏരിയ കൂടുതലുണ്ടെന്ന് വിചാരിച്ച് എന്ത് ചെയ്യുന്നില്ല? പ്രഷർ ചേഞ്ച് ചെയ്യുന്നില്ല. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ സിംപ്ലി നമുക്ക് 2 സ്റ്റെപ്പിൽ അത് പ്രൂവ് ചെയ്യാൻ സാധിക്കും. നമ്മളൊരു ബീക്കറിൽ ഒരു ലിക്വിഡ് കൺസിഡർ ചെയ്യുന്നു. ആ ലിക്വിഡിന്റെ മുകളിൽ അറ്റ്മോസ്ഫിയറിന്റെ പ്രഷർ ഉണ്ട്, അല്ലെ? അറ്റ്മോസ്ഫിയറിക് എയർ ഉണ്ടാക്കുന്ന പ്രഷറിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അല്ലെ? അപ്പൊ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് നോൺ ആസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അങ്ങനെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ PA എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ലിക്വിഡിന്റെ സർഫസിൽ നിന്നും H ഡെപ്ത് താഴെയുള്ള പ്രഷറിന് ഞാൻ P എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ Pയിലെ പ്രഷർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. P ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം ബൈ ഏരിയ, അല്ലെ? പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ ഏരിയ ആണ്. നോക്കൂ, H ഡെപ്ത് താഴെയുള്ള പ്രഷർ കാണാൻ നമ്മൾ H ഡെപ്ത് ഉള്ള ഒരു വാട്ടർ കോളം ഇമാജിൻ ചെയ്യാറാണ് പതിവ്. ദെൻ ആ വാട്ടർ കോളത്തിന്റെ വെയിറ്റ് എത്രയാണ്? അതാണ് ഫോഴ്സ്, mg. ദെൻ ആ വാട്ടർ കോളത്തിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ നമുക്ക് A ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് വെച്ച് പ്രഷറിന്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് മാസിനെ വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വോളിയം എത്രയാണ്? ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണല്ലേ? വോളിയം സിലിണ്ടറിക്കൽ ഫോം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് താഴെയുള്ള ക്രോസ് സെക്ഷണൽ ഏരിയയെ ഹൈറ്റ് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി നമുക്ക് മാസിന് പകരം
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ കൂടെ എന്തുണ്ട് ജി. അങ്ങനെയാണെങ്കിൽ എ ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി റിസൾട്ട് എന്തായിരിക്കും എച്ച് റോ ജി. അങ്ങനെയാണെങ്കിൽ നോക്കൂ പ്രഷർ പി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും എച്ച് റോ ജി. അവിടെ രണ്ട് ആൻസർ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ആൻസറിന്റെ പ്രൂഫായി. ആകെ രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ. എന്താണ് ഒന്ന് ദ പ്രഷർ ഇൻക്രീസസ് വിത്ത് ഡെപ്ത്. എച്ച് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഹൈറ്റ് ആണ് എടുക്കുന്നതെങ്കിലും നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ആ ലിക്വിഡ് സർഫസിൽ നിന്ന് താഴേക്കുള്ള ഡെപ്ത് ആയിട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ സാധിക്കും ആ ഡെപ്ത് കൂടുന്നതനുസരിച്ച് പ്രഷർ എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും. മാത്രമല്ല ഈ പ്രഷറിന്റെ ഇക്വേഷൻ എന്ത് വന്നില്ല ഏരിയ വന്നില്ല. ദാറ്റ് മീൻസ് പ്രഷർ ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ഏരിയ. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യനും നമുക്ക് ഇവിടെ ആൻസർ ആയി. ദെൻ ടോട്ടൽ പ്രഷർ എത്ര ആയിരിക്കും നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്തത് ഈ ലിക്വിഡ് കോളത്തിന്റെ പ്രഷർ മാത്രമാണ്. ടോട്ടൽ പ്രഷർ എന്ന് പറയുമ്പോൾ എന്ത് വരും നോക്കൂ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടി എന്തിന്റെ കൂടെ കൂട്ടണം എച്ച് റോ ജിയുടെ കൂടെ കൂട്ടണം. അങ്ങനെയാണെങ്കിൽ പി ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം പി എ പ്ലസ് എച്ച് റോ ജി. എന്താണെങ്കിൽ ആ ബീക്കർ ഓപ്പൺ ആണെങ്കിൽ, എന്നാൽ ആ ബീക്കർ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിന്റെ പ്രഷർ ഉണ്ടാവില്ല അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രഷർ എന്ത് തന്നെ എഴുതിയാൽ മതി പി ടോട്ടൽ ഈക്വൽ ടു എച്ച് റോ ജി. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ പ്രസൻസ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ടോട്ടൽ പ്രഷർ ഈക്വൽ ടു പി എ പ്ലസ് എച്ച് റോ ജി. ഓക്കെ, അപ്പൊ അവിടെ ഒരു ചെറിയ ടോപ്പിക് ആണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. അവിടെ നിന്ന് നമുക്ക് ആൻസർ ചെയ്യേണ്ട മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ ഇവിടെ നോക്കൂ ഈ ടോട്ടൽ പ്രഷറിൽ നിന്നും അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് ചെയ്താൽ നമുക്ക് ആ ലിക്വിഡ് കോളം കൊണ്ട് കിട്ടുന്ന എക്സസ് പ്രഷർ കിട്ടും അല്ലേ. അതിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത് ഗോജ് പ്രഷർ. ഓക്കെ, അപ്പൊ ഗോജ് പ്രഷർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റണം ദ എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ഈസ് നോൺ ആസ് ഗോജ് പ്രഷർ ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും എച്ച് റോ ജി. ഓക്കെ, അപ്പൊ അതുമായി റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് ടോപ്പിക് നോക്കൂ എന്താണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞു പ്രഷർ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹൈറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് എന്ത് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. That means the liquid level is independent of the shape of the container. അല്ലെ, ഏത് ഷേപ്പിലുള്ള കണ്ടെയ്നറിൽ വെച്ചാലും അവിടെ നമുക്ക് ലിക്വിഡിലെ ഹൈറ്റ് ഒരിക്കലും ആ ഷേപ്പിന് എന്ത് ചെയ്യുന്നില്ല ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഒരു കണക്റ്റഡ് സിസ്റ്റത്തിൽ ഡിഫറെന്റ് ഷേപ്പുള്ള 3 വെസൽസ് ഉണ്ട്. നമ്മൾ അതിൽ ലിക്വിഡ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഷേപ്പിലുള്ള വെസൽസ് ഒരേ ഹൈറ്റിലായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നോക്കൂ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ പിക്ചർ വരച്ചാൽ ആൻസർ ആയി. നമ്മൾ അവിടെ പ്രൂവ് ചെയ്യുന്നത് എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ദ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഷേപ്പ് ഓഫ് ദ വെസൽ എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ദെൻ മറ്റൊരു കൺസെപ്റ്റ് ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് നോൺ ആസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ദെൻ അത് ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും സീ ലെവലിലായിരിക്കും. കാരണം അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും കൂടുതൽ അറ്റ്മോസ്ഫിയറിന്റെ ആ ടോപ്പ് പൊസിഷനിൽ നിന്നും താഴേക്ക് ഡെപ്ത് കൂടി വരിക അല്ലെ. ഡെപ്ത് കൂടുന്നതോറും പ്രഷർ കൂടും. ഏറ്റവും കൂടുതൽ ഡെപ്തിലുള്ള എവിടെയാ സീ ലെവലാണ് അല്ലെ. അപ്പൊ ആ അത്രയും ഡെപ്തിന്റെ പ്രഷർ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മാക്സിമം അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ളത് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിട്ട് നമ്മൾ എടുക്കുന്നത് എത്രയാണ് 1 atm ആണ്. ആ 1 atm വാല്യൂ ആണ് ആക്ച്വലി എന്ത് 1.013 into 10⁵ പാസ്കൽ. അതാണ് നമ്മൾ അറൌണ്ട് 10⁵ എന്ന് നേരത്തെ പറഞ്ഞത്. അപ്പം മനസ്സിലാക്കുക അറ്റ്മോസ്ഫിയറിക് പ്രഷർ at the sea level is equal to എത്രയാണ് 1 atm. 1 atm equal to എത്രയാണ് 1.013 into 10⁵ പാസ്കൽ. ദെൻ മുകളിലേക്ക് പോകുന്തോറും എന്ത് കുറഞ്ഞു വരും പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞു വരും. നമുക്കറിയാം അല്ലെ ഒരു കുന്നിൻ മുകളിലേക്ക് അല്ലെങ്കിൽ വലിയൊരു മൗണ്ടന്റെ മുകളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു മുകളിലേക്ക് പോകുന്തോറും അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുകയും നമ്മളെ ബ്ലഡ് പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ബാലൻസ് ചെയ്യപ്പെടാത്തതുകൊണ്ട് ബ്ലഡ് പുറത്തേക്ക് വരികയും ചെയ്യുന്ന പ്രോസസ്സാണ്. നമുക്കറിയാം അത്തരം ആൻസർ ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ദെൻ നമുക്ക് അതുപോലെ പ്രഷറിന്റെ മെഷർമെന്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. നമ്മൾ പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ചോദിക്കാം. അവിടെ നമുക്ക് 2 ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു? ഒന്ന് മാനോമീറ്ററും മറ്റൊന്ന് ബാരോമീറ്ററും. നോർമലി ഒരു സിസ്റ്റത്തിന്റെ പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എന്താണ് മാനോമീറ്റർ ആണ്. എന്നാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാനാണ് സാധാരണ രീതിയിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാറ് ബാരോമീറ്റേഴ്സ് യൂസ് ചെയ്യാറ്. അപ്പൊ ഏറ്റവും ആദ്യത്തിൽ പഠിക്കാനുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഒന്ന് എന്താണ് ഫ്ലൂയിഡ്,
ഫ്ലൂയിഡിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില പ്രോപ്പർട്ടീസ്. ദെൻ ഫ്ലൂയിഡ് പ്രഷർ എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. അവിടെ അത് ഡെപ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, എന്നാൽ ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. വാട്ട് ഈസ് ഗോജ് പ്രഷർ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദെൻ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് നമുക്ക് ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ പിക്ചർ വരച്ചു വെക്കുക. ദെൻ അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായി റിലേറ്റ് ചെയ്യുന്ന വളരെ ചെറിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ കൂടെ ഡിസ്കസ് ചെയ്തു. നമുക്ക് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രഷറിന്റെ മെഷർമെന്റുമായി ബന്ധപ്പെട്ട 2 ഇൻസ്ട്രുമെന്റ്സ് ആണ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരുന്നു പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? ബാരോമീറ്ററും മാനോമീറ്ററുമാണ്. അതിൽ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? മെർക്കുറി ബാരോമീറ്റർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതിലെന്തൊക്കെയുണ്ട്? ആ പിക്ചറും ഈ 2 ഇക്വേഷനും മതി എന്തായാലും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. നോക്കൂ, നമ്മളൊരു ബീക്കർ എടുക്കുന്നു, അതിൽ മെർക്കുറി ഫില്ല് ചെയ്യുന്നു. ദെൻ ഒരു ടെസ്റ്റ് ട്യൂബിൽ മെർക്കുറി ഫില്ല് ചെയ്ത് അത് ഈ ബീക്കറിലേക്ക് ഇൻവേർട്ടഡ് ആയിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ മെർക്കുറി കുറച്ച് താഴേക്ക് വന്ന് ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് എത്തുമ്പോൾ എന്ത് ചെയ്യും? സ്റ്റഡി ആവും. ഓക്കെ, അങ്ങനെ സ്റ്റഡി ആവുമ്പോൾ നമുക്ക് ഈ സിസ്റ്റത്തെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ സ്ഥലത്തെ അറ്റ്മോസ്ഫിയർ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഏറ്റവും ഷോർട്ട് ഫോമിൽ എഴുതേണ്ട മെത്തേഡാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഈ പിക്ചർ വരയ്ക്കാൻ കൂടെ നോക്കൂ, ഞാനിവിടെ എ ബി എന്ന് പറയുന്ന 2 ഭാഗങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതാണത്? ഒരേ ലെവലാണ് അല്ലെ? ഒരേ ലെവൽ ആവുമ്പോൾ അവിടെ ഒരേ പ്രഷർ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതാണ് പാസ്കൽസ് ലോ പറയുന്നത്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ദ പ്രഷർ ഈസ് സെയിം അറ്റ് ഓൾ പോയിന്റ്സ് അറ്റ് ദ സെയിം ഹൈറ്റ് അല്ലെ? നമ്മൾ മുമ്പ് പഠിച്ചതാണ് പാസ്കൽസ് ലോ. ഒരു ഫ്ലൂയിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരേ ഹൈറ്റിലെല്ലാം ഒരേ പ്രഷർ ആയിരിക്കും നമുക്കറിയാം. നമ്മൾ നേരത്തെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് പ്രത്യേകം പറയുകയും ചെയ്തു. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? പി എ ഈക്വൽ ടു പി ബി എന്ന് എഴുതാം. എയും ബിയും ഒരേ ലെവലിലായതുകൊണ്ട് എ എന്ന് പറഞ്ഞാൽ ഈ കണ്ടെയ്നറിലാണ്, ബി എന്ന് പറഞ്ഞാൽ ആ ടെസ്റ്റ് ട്യൂബിന്റെ ഉള്ളിലാണ്. പക്ഷെ അത് രണ്ടും ഒരേ ലെവലായതുകൊണ്ട് പ്രഷർ അറ്റ് എ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? പ്രഷർ അറ്റ് ബി എന്ന് എഴുതാം. നോക്കൂ, എ എന്ന് പറയുന്ന സ്ഥലം എയറിലേക്ക് ഓപ്പൺ ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള പ്രഷർ ഏതാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. അങ്ങനെയാണെങ്കിൽ പി എക്ക് പകരം നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബിയിലുള്ള പ്രഷർ നോക്കൂ, ഈ ഹൈറ്റിലുള്ള മെർക്കുറി കോളത്തിന്റെ പ്രഷറാണ്. കാരണം അതിന്റെ മുകളിൽ എന്തില്ല? ഓപ്പൺ അല്ല. ഓപ്പൺ അല്ലാത്തതുകൊണ്ട് അവിടെ അറ്റ്മോസ്ഫിയറിന്റെ യാതൊരു എഫക്റ്റും ഇല്ല. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ആ ഹൈറ്റ് ഉള്ള ലിക്വിഡ് കോളത്തിന്റെ പ്രഷർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പി ബിക്ക് പകരം എന്ത് എഴുതാം? എച്ച് റോ ജി. ഓക്കെ, ഇതിൽ നോക്കൂ, റോ എന്ന് പറഞ്ഞാൽ മെർക്കുറിയുടെ ഡെൻസിറ്റി ആണ്. ദെൻ ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതുകൊണ്ട് നമുക്കറിയാം ഹൈറ്റ് മെഷർ ചെയ്തുകൊണ്ട് നമുക്ക് ആ സ്ഥലത്തെ എന്ത് മെഷർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തുകൊണ്ട് മെർക്കുറി അവിടെ യൂസ് ചെയ്തു എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. അങ്ങനെ ചോദിക്കാൻ നമ്മൾ മെർക്കുറിക്ക് ഷൈനി ആയിട്ടുള്ള ഒരു സർഫസ് ആണ് അല്ലെ? ആ സർഫസ് ടെസ്റ്റ് ട്യൂബിൽ എത്ര ഉയരത്തിലാണ് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. മാത്രമല്ല അത് ഗ്ലാസിന് വെറ്റ് ചെയ്യില്ല. ഓക്കെ, നനക്കാത്ത തരത്തിലുള്ള ലിക്വിഡ് ആണെന്ന് നമുക്കറിയാം. ദെൻ ഹൈ ഡെൻസിറ്റി ആണ്. ഹൈ ഡെൻസിറ്റി ആയതുകൊണ്ട് എന്താ അഡ്വാൻറ്റേജ്? എച്ച് കുറവായിരിക്കും അല്ലേ? നമുക്ക് ചെറിയ ഹൈറ്റിലായിരിക്കും അത് സെറ്റ് ചെയ്യുക. ഡെൻസിറ്റി കുറഞ്ഞ ലിക്വിഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്യൂബിന് ഒരുപാട് ഹൈറ്റ് വേണ്ടി വരും. അപ്പൊ അത് കുറക്കുക എന്നുള്ളത് കൂടിയാണ് മെർക്കുറി യൂസ് ചെയ്തതിന്റെ കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ദെൻ സീ ലെവലിലാണെങ്കിൽ ഈ ഹൈറ്റ് എത്രയായിരിക്കും എന്ന് പറയുന്നത്? 76 സെന്റിമീറ്റർ ആണ്. അതാണ് നമ്മൾ 1 atm എന്ന് പറഞ്ഞത്. സീ ലെവലിലെ പ്രഷർ നമ്മൾ 1 atm എന്ന് പഠിച്ചിരുന്നു. നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു അറൌണ്ട് 10⁵5 പാസ്കൽ. ആ 10⁵5 പാസ്കലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെർക്കുറി ബാരോമീറ്ററിലെ ഹൈറ്റ് ആണെന്ത്? 76 സെന്റിമീറ്റർ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ ആണ്. നമ്മൾ പറഞ്ഞു ഒരു സിസ്റ്റത്തിന്റെ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏതാണ്? മാനോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ ആണ്. നമുക്കൊരു സിസ്റ്റത്തിന്റെ പ്രഷർ മെഷർ ചെയ്യണം. അതൊരു യു ട്യൂബുമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. ഞാൻ ഈ കാണിച്ചിട്ടുള്ള ഇത് ഒരു സിസ്റ്റം ആണ്. ആ സിസ്റ്റത്തിനുള്ളിൽ ലിക്വിഡോ അല്ലെങ്കിൽ ഗ്യാസോ ഉണ്ട് നമ്മൾ അസ്യൂം ചെയ്യാം. അതിന്റെ പ്രഷറായ പി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നോക്കൂ, യു ഷേപ്പിലുള്ള ഒരു ട്യൂബിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ലിക്വിഡ് നിറച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ നിൽക്കുക? സെയിം ലെവലിലായിരിക്കും അല്ലെ? നമുക്കറിയാം, കാരണം 2 സൈഡിലും പ്രഷർ ഈക്വൽ ആയിരിക്കും. ദെൻ നമ്മൾ ഈ സിസ്റ്റം കണക്ട് ചെയ്യുമ്പോൾ ഈ സിസ്റ്റത്തിന്റെ പ്രഷർ കൊണ്ട് അവിടെ ഒരു ലെവൽ ഡിഫറൻസ് ഉണ്ടാവും അല്ലെ? ഈ ഭാഗം താഴുകയും ഈ ഭാഗം പൊങ്ങുകയും ചെയ്യും. അങ്ങനെ ആ ലെവൽ ഡിഫറൻസിനെ ഞാൻ എച്ച് എന്ന് കാണിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ ഈ പിക്ചർ വെച്ച് നമുക്ക് ഇതും ഈസി ആയിട്ട്
പറയാൻ സാധിക്കും. നോക്കൂ, ഈ എ എന്ന് പറയുന്ന സ്ഥലവും ബി എന്ന് പറയുന്ന സ്ഥലവും നമ്മൾ ഒരേ ഹൈറ്റിലാണ് എടുത്തിട്ടുള്ളത്. എ എന്ന് പറയുന്ന സ്ഥലത്ത് ആരുടെ പ്രശ്നമാണുള്ളത്? ഈ സിസ്റ്റത്തിലെ ഫ്ലൂയിഡിന്റെ പ്രശ്നമാണുള്ളത്. ബി എന്നുള്ള സ്ഥലത്ത് നോക്കൂ, ഈ ഹൈറ്റിലുള്ള ഇതിനുള്ളിൽ ഉപയോഗിച്ച ലിക്വിഡ് കോളത്തിന്റെ പ്രഷർ ഉണ്ടാവും, പുറമെ എന്തുണ്ടാവും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ പിക്ചർ വരച്ചുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും? പി എ ഈക്വൽ ടു അഗൈൻ എന്ത് എഴുതാം? പി ബി. കാരണം എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും ഒരേ ലെവലിലായതുകൊണ്ട് എയിലെ പ്രഷർ ആരുടെ പ്രഷറാണ്? സിസ്റ്റത്തിലെ ലിക്വിഡിന്റെ അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ പ്രഷറാണ്. ദെൻ ഇവിടെ വരുന്ന ടോട്ടൽ പ്രഷർ നമ്മൾ നേരത്തെ പഠിച്ച പോലെ എന്തായിരിക്കും? പി എ പ്ലസ് എച്ച് റോ ജി. ഓക്കെ, പി എ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് നമുക്കറിയാം. ദെൻ ഇതിൽ എന്ത് മാത്രം അറിഞ്ഞാൽ മതി? ആ ലെവൽ ഡിഫറൻസ് മാത്രം നമ്മൾ മെഷർ ചെയ്താൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ആ സിസ്റ്റത്തിന്റെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ രണ്ട് ഇൻസ്ട്രുമെന്റ്സ് എഴുതാൻ വന്നാൽ എഴുതേണ്ട മെത്തേഡാണ് നമ്മൾ ഇപ്പം പറഞ്ഞത്. നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് പാസ്കൽസ് ലോയിലേക്ക് പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ മുമ്പേ നമുക്ക് പരിചയമുള്ള ഒരു ലോ ആണ് എന്ത്? പാസ്കൽസ് ലോ. അപ്പം പാസ്കൽസ് ലോ എന്താ പറയുന്നത് നമുക്കറിയാം. ഒരു റെസ്റ്റിലിരിക്കുന്ന സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ഒരേ ഹൈറ്റിലുള്ള ഏതൊരു പോയിന്റിലെയും പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് സിമ്പിൾ ആയിട്ടുള്ള അതിനൊരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, അല്ലെങ്കിൽ ഫോർ എ ലിക്വിഡ് അല്ലെങ്കിൽ ഫോർ എ ഫ്ലൂയിഡ് ദ പ്രഷർ ഈസ് ദ സെയിം അറ്റ് ഓൾ പോയിന്റ്സ് അറ്റ് ദ സെയിം ഹൈറ്റ്. ക്ലിയർ ആണല്ലോ? നമുക്കറിയാം. അപ്പോൾ പാസ്കൽസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. ദെൻ പാസ്കൽസ് ലോയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാവുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണെന്ത്? ഹൈഡ്രോളിക് ലിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡെറിവേഷൻ. ഹൈഡ്രോളിക് ലിഫ്റ്റ് നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. നമ്മൾ പാസ്കൽസ് ലോന്റെ അപ്ലിക്കേഷൻ ആയിട്ട് പഠിച്ച ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ജാക്ക് പോലെയുള്ള പല ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലെല്ലാം നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു എഫേർട്ട് ഉപയോഗിച്ച് വലിയൊരു ലോഡിനെ ഉയർത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു സിസ്റ്റം നമുക്കറിയാം. ഒരു ഏരിയ കുറഞ്ഞ ഒരു ആമും ഏരിയ കൂടിയ ഒരു ആമുള്ള ഒരു കണക്റ്റഡ് സിസ്റ്റം എടുത്തിട്ട് അതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് നമ്മൾ ഫില്ല് ചെയ്യുക. ദെൻ അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഒരേ ഹൈറ്റിൽ ഒരേ പ്രഷർ ആയിരിക്കും. വെഗെയിൻ നമ്മൾ പാസ്കൽസ് ലോ ഉപയോഗിക്കുന്നു. ഞാൻ അതിന് എക്സ് ആൻഡ് വൈ എന്നാണ് പോയിന്റിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പി എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? പി വൈ. അങ്ങനെയാണെങ്കിൽ പ്രഷർ അറ്റ് എക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മളിവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സ് F1ഉം അതുപോലെ ഈ ആമിന്റെ ഏരിയ A1ഉമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രഷർ അറ്റ് എക്സ് ഈക്വൽ ടു നമുക്ക് F1 ബൈ A1 എന്നും അതുപോലെ പ്രഷർ അറ്റ് വൈ ഈസ് ഈക്വൽ ടു നമുക്ക് F2 ബൈ A2 എന്നും എടുക്കാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ F1 എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും F2 എന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് ആമിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സുമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ ഫൈനൽ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. നോക്കൂ, സെക്കൻഡ് ആമിന് ഏരിയ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കൂ, A2 എന്ന് പറയുന്ന ഏരിയ A1നേക്കാൾ എന്താണ്? കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ വെച്ച് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കും. എന്താണ്? F2 ഈസ് ഗ്രേറ്റർ ദാൻ F1. അങ്ങനെയാണെങ്കിൽ ഏരിയ കൂടിയ ആമിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഏരിയ കുറഞ്ഞ ആമിൽ കൊടുത്ത ഫോഴ്സിനേക്കാൾ വലുതായിരിക്കും. അങ്ങനെ നമുക്ക് ചെറിയൊരു എഫേർട്ട് ഉപയോഗിച്ച് വലിയൊരു ലോഡിന് എന്ത് ചെയ്യാൻ പറ്റും? റൈസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ കാർ സർവീസ് സ്റ്റേഷനുകളിലും അതുപോലെയുള്ള ഇൻസ്ട്രുമെന്റ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇതേ പ്രിൻസിപ്പിളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് ചോദിക്കാവുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പാസ്കൽസ് ലോയുമായി ബന്ധപ്പെട്ട്. ഒന്ന് പാസ്കൽസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് ആവാം, മറ്റൊന്ന് ഈ ഹൈഡ്രോളിക് ലിഫ്റ്റുമായി റിലേറ്റ് ചെയ്യുന്ന അതിന്റെ കൺസെപ്റ്റ് ആവാം. ഓക്കെ, ദെൻ മറ്റു രണ്ട് കൺസെപ്റ്റുകൾ നമ്മൾ അതോടൊപ്പം പഠിച്ചത് എന്തായിരുന്നു? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആൻഡ് ബോയന്റ് ഫോഴ്സ്. ഓക്കെ, ഈ രണ്ടും ആൻസർ ജസ്റ്റ് പഠിച്ചു വെക്കുക. എന്താ ബോയന്റ് ഫോഴ്സ്? നമുക്ക് ചെറിയ ക്ലാസ്സിൽ തന്നെ പരിചയമുള്ളതാണ്. എന്താണ്? ഒരു ബോഡി ഒരു ലിക്വിഡിൽ ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്മേൽ അപ്ലൈ ചെയ്യുന്ന അപ്വേർഡ് ത്രസ്റ്റിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? ബോയന്റ് ഫോഴ്സ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഷോർട്ട് ആൻസർ പഠിച്ചു വെക്കുക. The upward thrust on a body when it is immersed in a liquid is known as buoyant force. അല്ലേ? ഈ buoyant ഫോഴ്സുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ആണെന്ത്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ രസകരമായിട്ട് പഠിച്ച ഒരു പ്രിൻസിപ്പിൾ ആയിരുന്നു അത്. നമ്മൾ സ്റ്റേറ്റ്മെന്റ് മാത്രം ഓർക്കുക. എന്താ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? നമ്മളൊരു ബോഡി ലിക്വിഡിൽ ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, മുക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ ബോഡി മുക്കി വെച്ച സ്ഥലത്ത് നിന്നും ലിക്വിഡ് എന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്യപ്പെടും, അല്ലെ? ഉയർന്നു വരും. അങ്ങനെയാണെങ്കിൽ ആ ഉയർന്നു വരുന്ന ലിക്വിഡിന്റെ വെയിറ്റും ആ മുക്കി വെച്ചിരിക്കുന്ന ബോഡിക്ക് ഉണ്ടാവുന്ന ലോസ് ഓഫ് വെയിറ്റും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഞാനിവിടെ ആൻസർ മാത്രം പറയാം. എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്? ദ അപ്പാരന്റ് ലോസ് ഓഫ് വെയിറ്റ് ഓഫ് എ ബോഡി വെൻ ഇറ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ് ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. ക്ലിയർ? ആ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കുക. എന്താണ് ബോയന്റ് ഫോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഒരു ആൻസർ നമ്മൾ പഠിച്ചു വെക്കുക. ഇതാണ് ഈ ഭാഗത്ത് നിന്ന് വരാവുന്ന രണ്ട് ക്വസ്റ്റ്യൻസ്.
ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്ലൂയിഡ് ഡൈനാമിക്സ് ആണ്. നമ്മൾ പറഞ്ഞു ഫ്ലൂയിഡിന്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫ്ലോ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഫ്ലോയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫ്ലോയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ഫ്ലോ ആണ് ഒരു ഫ്ലൂയിഡിനുള്ളത് നമ്മൾ പറയുന്നത്. ഇതൊക്കെയായിരുന്നത് സ്ട്രീം ലൈൻ ഫ്ലോ, അതുപോലെ ടർബുലന്റ് ഫ്ലോ അല്ലേ, രണ്ടും നമ്മൾ പഠിച്ചതാണ്. ഇപ്പം സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി ഫ്ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, സ്ട്രീം ലൈൻ ഫ്ലോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈച്ച് ആൻഡ് എവറി പാർട്ടിക്കിൾ ഫോളോസ് ദ സെയിം വെലോസിറ്റി ആൻഡ് പാത്ത് ഓഫ് their former particles അല്ലേ. മുമ്പ് പോയ പാർട്ടിക്കിൾസിന്റെ അതേ വെലോസിറ്റിയും അതേ പാത്തും പുറകിൽ വരുന്ന പാർട്ടിക്കിൾസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ഫ്ലോയാണ് നമ്മൾ എന്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത്, സ്റ്റഡി ഫ്ലോ അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ, അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ സ്റ്റഡി ഫ്ലോ ഈസ് നോൺ ആസ് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് വിളിക്കാം. ദെൻ ആ പാത്തിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു സ്ട്രീം ലൈൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ സ്റ്റഡി ഫ്ലോയുടെ പാത്ത്, ദ പാത്ത് ട്രാവൽഡ് ബൈ എ ബോഡി ഇൻ എ സ്റ്റഡി ഫ്ലോ ഈസ് നോൺ ആസ് സ്ട്രീം ലൈൻ. അതുകൊണ്ടാണ് ആ ഫ്ലോയെ നമ്മൾ എന്ത് വിളിച്ചത്, സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് വിളിച്ചത്. ഓക്കെ, നോക്കൂ, രണ്ടാമത്തെ തരത്തിലുള്ള ഫ്ലോ ആയിരുന്നു ടർബുലന്റ് ഫ്ലോ. ഇങ്ങനെ പാത്തൊന്നും കീപ്പ് ചെയ്യാതെ ഡിഫറെന്റ് വെലോസിറ്റിയിൽ ഓരോ പാർട്ടിക്കിളും ഡിഫറെന്റ് പാത്തിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത്തരം ഫ്ലോയെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്, ടർബുലന്റ് ഫ്ലോ. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അനിറഗുലർ ഫ്ലോ ഈസ് നോൺ ആസ് ടർബുലന്റ് ഫ്ലോ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ടാപ്പ് നമ്മൾ തുറക്കുമ്പോൾ ആദ്യം അത് സ്ട്രീം ലൈൻ ആയിരിക്കും, അതിന്റെ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ അത് എന്തായി മാറും, ടർബുലന്റ് ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏതൊരു സ്ട്രീം ലൈൻ ഫ്ലോയും ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി കഴിഞ്ഞാൽ എന്തായി മാറാം, ടർബുലന്റ് ഫ്ലോ ആയി മാറാം. ആ പെർട്ടിക്കുലർ വെലോസിറ്റിയെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്, ക്രിട്ടിക്കൽ വെലോസിറ്റി. അപ്പൊ മൂന്നാമത്തെ ഒരു ഷോർട്ട് ആൻസർ കൂടി കിട്ടി. വാട്ട് ഈസ് ക്രിട്ടിക്കൽ വെലോസിറ്റി എന്നുള്ളത് എന്തായിരുന്നു, ദ വെലോസിറ്റി അറ്റ് വിച്ച് a streamline flow becomes turbulent. ഇനി നോക്കൂ, നമുക്ക് ഈ ഒരു ഫ്ലോ ടർബുലന്റ് ആണോ അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ആണോ എന്നുള്ളത് നമുക്ക് അത് ഒഴുകുന്ന പാത്തുമായി റിലേറ്റ് ചെയ്തിട്ടും ആ ഒഴുകുന്ന ലിക്വിഡിന്റെ അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയും വിസ്കോസിറ്റിയും ഒക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്, റെയ്നോൾഡ്സ് നമ്പർ അല്ലേ. റെയ്നോൾഡ്സ് നമ്പറിന്റെ ഇക്വേഷൻ എന്താണ്, RE equal to rho v d by eta. ഓരോ ക്വാണ്ടിറ്റീസ് നമുക്കറിയാം. റോ എന്ന് പറഞ്ഞാൽ ആ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ആണ്, ദെൻ വി എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റി ആണ്, ദെൻ ഡി എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് ദ പാത്ത് ആൻഡ് ഈറ്റ ഇസ് ദ വിസ്കോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. ഇത് വെച്ച് നമുക്ക് ഒരു നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം. ആ നമ്പറിനെ വിളിച്ച പേരായിരുന്നത് റെയ്നോൾഡ്സ് നമ്പർ. അപ്പൊ റെയ്നോൾഡ്സ് നമ്പർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ആൻസർ ചെയ്യാൻ പറ്റും, എ നമ്പർ അല്ലെങ്കിൽ എ ഡയമെൻഷൻലെസ് നമ്പർ വിച്ച് ഇൻഡിക്കേറ്റ്സ് വെദർ ദ ഫ്ലോ ഈസ് സ്ട്രീം ലൈൻ ഓർ ടർബുലന്റ് അല്ലേ. ഒരു ഫ്ലോ സ്ട്രീം ലൈൻ ആണോ ടർബുലന്റ് ആണോ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു നമ്പറാണ്. ആ നമ്പറിനെ വിളിച്ച പേരായിരുന്നു എന്ത്, റെയ്നോൾഡ്സ് നമ്പർ. അപ്പൊ അതിന്റെ സ്റ്റഡി നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായ റിസൾട്ട് നമ്മൾ പഠിച്ചു വെച്ചിരുന്നത് എന്താണ്, സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ ആ റെയ്നോൾഡ്സ് നമ്പർ എന്തായിരിക്കും, ലെസ് ദാൻ 1000 ആയിരിക്കും. ഒരു ഫ്ലോ ടർബുലന്റ് ആണ് നമുക്ക് ഉറപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ റെയ്നോൾഡ്സ് നമ്പർ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 2000 ആയിരിക്കും. അപ്പൊ ആ ലിമിറ്റ് പഠിച്ചു വെക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫ്ലൂയിഡ് ഡൈനാമിക്സുമായി റിലേറ്റ് ചെയ്യുന്ന നേരിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് സ്ട്രീം ലൈൻ ഫ്ലോ. എ സ്റ്റഡി ഫ്ലോ ഇസ് നോൺ ആസ് സ്ട്രീം ലൈൻ ഫ്ലോ. സ്ട്രീം ലൈൻ എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞു, എന്താണ്, the path followed by each particle in steady flow is known as streamline. Then turbulent flow means an irregular flow is known as turbulent flow. Then next പഠിച്ചത് critical velocity എന്തായിരുന്നു, the velocity at which a streamline flow becomes turbulent is known as critical velocity. Then last നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ പറഞ്ഞു, എന്തായിരുന്നു ഇക്വേഷൻ, അതുപോലെ ഡെഫിനിഷനും കൂടി പഠിച്ചു വെക്കുക. a number which indicates whether the flow is streamline or turbulent. Okay, that number RE is equal to rho v d by eta. അപ്പോൾ ഓരോന്ന് നമുക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഉള്ള ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്, ഇൻവേഴ്സ്ലി ഏതൊക്കെയാണെന്ന് അറിയാം. അതുമായി റിലേറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയും ആൻസർ ചെയ്യാൻ സാധിക്കും. ദെൻ ആ രണ്ട് ലിമിറ്റ് പഠിച്ചു വെക്കുക. 1000-നേക്കാൾ കുറവാണെങ്കിൽ അതെന്തായിരിക്കും, സ്ട്രീം ലൈൻ ആയിരിക്കും. 2000-നേക്കാൾ കൂടുതലാണെങ്കിൽ ആ ഫ്ലോ എന്തായിരിക്കും, ടർബുലന്റ് ആയിരിക്കും. ഇത്രയും ആൻസറുകൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കണം, അത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നോക്കൂ, ഫ്ലോയുമായി റിലേറ്റ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റ് ആണെന്ത്, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. നമുക്കറിയാം, ഒരു ഫ്ലോ നടക്കുമ്പോൾ ആ ഫ്ലോയുടെ പാത്തിന്റെ ഏരിയയും അതിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റിയും തമ്മിലുള്ള പ്രൊഡക്റ്റ് എല്ലായിടത്തും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് വാട്ട്സ് കോൾഡ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ദാറ്റ് മീൻസ് ഇൻ എ കണ്ടിന്യൂസ് ഫ്ലോ ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ നമുക്ക് അത്ര എഴുതിയാൽ മതി, ഇക്വേഷൻ എഴുതിയാലും മതി. എന്താണ്, ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. റിപ്പീറ്റ്
റിപ്പീറ്റ് ചെയ്യുന്നില്ല, നമ്മൾ നന്നായി പഠിച്ചൊരു ടോപ്പിക്കാണത്. ദെൻ അതിനുള്ള ഒരു പ്രൂഫ് കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ഏരിയ ഉള്ള ഒരു ട്യൂബുലാർ ഫ്ലോ എടുക്കുക. ഒരു കണ്ടിന്യൂസ് ഫ്ലോ ആണ്. അതിലൊരു ഭാഗത്ത് A1 ഏരിയ, മറ്റു ഭാഗത്ത് A2 ഏരിയ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെയുള്ള വെലോസിറ്റി V1, ഇവിടെ വെലോസിറ്റി V2. ദെൻ ഒരു ഗിവൺ ടൈം കൊണ്ട് ഇവിടെ ഒഴുകിയ ലെങ്ത് L1, അതേ സമയം കൊണ്ട് ആ ക്രോസ് സെക്ഷണൽ ഏരിയ കുറഞ്ഞ സ്ഥലത്ത് ഒഴുകിയ ലെങ്ത് എത്രയാണ്, L2. ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു പിക്ചർ വരയ്ക്കുക. നമുക്കറിയാം ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെങ്കിൽ മാസ് എൻറ്റേർഡ് അറ്റ് എ ഗിവൺ ടൈം ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, മാസ് ലിവിങ് അറ്റ് ദ നെക്സ്റ്റ് എൻഡ്. ഒരു എൻഡിലൂടെ ഒരു ഗിവൺ ടൈം കൊണ്ട് അങ്ങോട്ട് കയറിയ മാസും അതേ സമയം കൊണ്ട് ആ അപ്പുറത്തെ സൈഡിൽ പുറത്തേക്ക് പോയ മാസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. മാസ് ഈക്വൽ ആണെങ്കിൽ നോക്കൂ, ഡെൻസിറ്റിയിൽ ചേഞ്ച് ഇല്ലെങ്കിൽ വോളിയം ഈക്വൽ ആയിരിക്കും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സൈഡിലെ വോളിയം എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ലെങ്ത് ട്രാവൽഡ് ആണ്, അതാണ് A1 L1. അടുത്ത സ്ഥലത്തെ വോളിയം എന്ന് പറയുന്നത് A2 L2. ഓക്കെ, നമ്മൾ പഠിച്ചതുകൊണ്ട് ഡീറ്റെയിലിംഗിലേക്ക് പോകുന്നില്ല. ദെൻ ഇവിടെ നമ്മൾ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഈ ലെങ്ത് ആണ്. V1 വെലോസിറ്റി ഉള്ള ആ ഫ്ലൂയിഡ് ഒരു ഗിവൺ ടൈം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദിസ് ഡിസ്പ്ലേസ്മെന്റ് L1 ഈക്വൽ ടു V1 ഇൻറ്റു ദ ഗിവൺ ടൈം ഡെൽറ്റ ടി. ഇവിടെ എന്ത് ചെയ്യുന്നു, L2ന് പകരം V2 ഇൻറ്റു ദാറ്റ് സെയിം ടൈം ഡെൽറ്റ ടി. ഡെൽറ്റ ടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, A1 V1 ഈക്വൽ ടു എന്ത് പറയാം, A2 ഇൻറ്റു V2. ദാറ്റ് മീൻസ് ഏരിയ ഇൻറ്റു വെലോസിറ്റി അറ്റ് ദ ഫസ്റ്റ് സൈഡ് ഈസ് ഈക്വൽ ടു ദ ഏരിയ ഇൻറ്റു വെലോസിറ്റി അറ്റ് ദ നെക്സ്റ്റ് സൈഡ്. അപ്പോൾ നമുക്ക് അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ദ പ്രൊഡക്റ്റ് ഓഫ് ഏരിയ ഇൻറ്റു വെലോസിറ്റി അറ്റ് എനി റീജിയൻ ഇസ് എ കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കൺക്ലൂഷനിൽ എത്താം. എന്താണ്, ഏരിയ ഇൻറ്റു വെലോസിറ്റി ഓഫ് എ സ്റ്റഡി ഫ്ലോ റിമൈൻസ് കോൺസ്റ്റന്റ്. അതാണ് നമ്മൾ നേരത്തെ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞത്. നമുക്ക് ഇങ്ങനെ രണ്ട് സ്റ്റെപ്പിലായിട്ട് എന്ത് ചെയ്യാം, അതിന്റെ പ്രൂഫ് കൊടുക്കാൻ സാധിക്കും. അത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക, ഒരുപാട് തവണ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഈ ഫ്ലോയുമായി ബന്ധപ്പെട്ട വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് എന്ത്, ബെർണോളിസ് പ്രിൻസിപ്പിൾ. നമ്മൾ നേരത്തെ ചില ടോപ്പിക്കൊക്കെ പറഞ്ഞ പോലെ +1-ൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ഒരു ഭാഗം അതാണിത്, ബെർണോളിസ് പ്രിൻസിപ്പിളും അതിന്റെ ആപ്ലിക്കേഷൻസും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത്, ഒരു ഫ്ലോ നടക്കുമ്പോൾ അവിടെയുള്ള എനർജി പെർ യൂണിറ്റ് വോളിയം എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ക്ലിയർ, ദ എനർജി പെർ യൂണിറ്റ് വോളിയം ഇൻ എ കണ്ടിന്യൂസ് ഫ്ലോ റിമൈൻസ് കോൺസ്റ്റന്റ്. സിംപ്ലി നമുക്ക് അങ്ങനെ പറയാം. ദെൻ ആ ബെർണോളിസ് പ്രിൻസിപ്പിളായി റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണെന്ത്, P പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈസ് എ കോൺസ്റ്റന്റ്. പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം റിമൈൻസ് കോൺസ്റ്റന്റ് ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ബെർണോളിസ് ഇക്വേഷൻ. ക്ലിയർ, അപ്പോൾ നമുക്ക് പുതുതായിട്ട് നമ്മൾ പഠിച്ചത് ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ ബെർണോളിസ് ഇക്വേഷൻ നിർബന്ധമായിട്ട് നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. ഇൻ എ കണ്ടിന്യൂസ് ഫ്ലോ ദ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം റിമൈൻസ് കോൺസ്റ്റന്റ്. ദെൻ ഇക്വേഷൻ എന്താ നമുക്ക് അറിയാം എന്ന് ഒന്നുകൂടി ഓർത്തു വെക്കുക. എന്തായിരുന്നു, P പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈസ് എ കോൺസ്റ്റന്റ്. ക്ലിയർ ആണല്ലോ. ഇത് നമുക്ക് അതിന്റെ പ്രൂഫാണ്. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ പ്രൂഫ് എന്നുള്ളത്. ഇനി നമുക്ക് ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ പ്രൂഫ് എങ്ങനെ ചെയ്യാൻ നോക്കാം. പ്രൂഫിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു പൈപ്പാണ്. ആ പൈപ്പിന്റെ ഒരു ഭാഗത്ത് ഏരിയ കുറവാണ്, ഒരു ഭാഗത്ത് ഏരിയ കൂടുതലാണ്. മാത്രമല്ല ഹൈറ്റും വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ഹൈറ്റും ഏരിയയിലൊക്കെ വ്യത്യാസപ്പെടുത്താൻ കാരണം ഹൈറ്റ് വ്യത്യാസപ്പെട്ടാൽ പൊട്ടൻഷ്യൽ എനർജിയിലെ ചേഞ്ച് നമുക്ക് കൺസിഡർ ചെയ്യാം. ദെൻ ഏരിയ വ്യത്യാസപ്പെട്ടാൽ അവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യും നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ നിന്ന് മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ അവിടെ കൈനറ്റിക് എനർജിയിലെ ചേഞ്ച് കൂടി പരിഗണിക്കാം. ഓക്കെ, അതുപോലെ രണ്ട് എൻഡിലുള്ള പ്രഷർ നമ്മൾ P1 ആൻഡ് P2 എന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ത് ചെയ്യാം, പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ പിക്ചർ വരയ്ക്കുക. ഈ പിക്ചറിൽ താഴെ നമുക്ക് ഒരു 4 സ്റ്റെപ്പിൽ നമുക്ക് ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്യണം. നോക്കൂ, ദ വർക്ക് ഡൺ, ഒരു ഗിവൺ വോളിയം എടുക്കുക. നമ്മൾ ഡെൽറ്റ വി എന്ന് പറയുന്ന വോളിയം, ഈ എൻഡിൽ നിന്ന് അടുത്ത എൻഡിലേക്ക് എത്താൻ നമ്മൾ ചെയ്ത വർക്ക് ഡണിനെ ഞാൻ ഡെൽറ്റ ഡബ്ല്യു എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഒരു സ്മോൾ വോളിയം നമ്മൾ കൺസിഡർ ചെയ്തു ഡെൽറ്റ വി. അതിനെ വൺ എൻഡിൽ നിന്ന് നെക്സ്റ്റ് എൻഡിലേക്ക് കൊണ്ടുപോകാൻ ചെയ്ത വർക്ക് എത്രയാണ്, ഡെൽറ്റ ഡബ്ല്യു. ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് എഴുതാം. കാരണം വർക്ക് എനർജി പ്രിൻസിപ്പിൾ പ്രകാരം നമുക്ക് വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ എനർജി എഴുതാം.
എഴുതാം. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്ക് ഡൺ നമുക്കറിയാം പ്രഷർ ഇൻറ്റു വോളിയം വർക്ക് ഡൺ ആണെന്ന്. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളിത് ഒരുപാട് എഴുതി പഠിച്ചതാണ്. നമുക്ക് ഈ 4 സ്റ്റെപ്പുകൾ വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് ഇതിനെ പഠിച്ചു വെക്കുക. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്ക് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, വർക്ക് ഡൺ ആണ്. വർക്ക് ഡണിനെ എങ്ങനെ എഴുതാം, പ്രഷർ ഇൻറ്റു വോളിയം എന്നുള്ള രീതിയിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ ഡബ്ല്യു എന്ന് എഴുതാം. ചേഞ്ച് ഇൻ പ്രഷർ അല്ലെ, P1 P2 എന്ന് പറയുന്ന ആ 2 പ്രഷറുകളുടെ ചേഞ്ച് എടുക്കുക. എന്നിട്ട് നമ്മൾ പറഞ്ഞ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ റൈറ്റ് സൈഡിൽ നമുക്ക് കൈനറ്റിക് എനർജിയും അതുപോലെ പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടായ ചേഞ്ച് ആണ്. ദാറ്റ് ഈസ് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. എങ്ങനെ എഴുതാം, ഹാഫ് എം വി സ്ക്വയർ ആണ് കൈനറ്റിക് എനർജി ഇക്വേഷൻ. എമ്മിന് പകരം ഞാൻ ഇവിടെ വോളിയത്തിന്റെ ടേമിൽ അത് എക്സ്പ്രസ് ചെയ്താണ്. മാസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ് നമുക്കറിയാം. വോളിയം നമുക്ക് ഡെൽറ്റ വി ആണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹാഫ് ഇൻറ്റു ഡെൽറ്റ വി ഇൻറ്റു റോ, അതാണ് എം. ദെൻ ഫൈനൽ വെലോസിറ്റി സ്ക്വയർ മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി സ്ക്വയർ. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആയി. അതുപോലെ നമുക്ക് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാം. എങ്ങനെയാണ്, മാസിന് പകരം അഗെയിൻ ഡെൽറ്റ വി ഇൻറ്റു റോ, ദെൻ ജി, അപ്പോൾ എം ജി ആയി. ദെൻ H2 മൈനസ് H1, 2 ഹൈറ്റുകളുടെ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷനായി ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ. എങ്ങനെ നോക്കൂ, എല്ലാ ടേമിലും ഡെൽറ്റ വി ഉണ്ട്. അതുകൊണ്ട് ഡെൽറ്റ വി നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അതോടുകൂടി അത് യൂണിറ്റ് വോളിയത്തിന്റെ കേസായിട്ട് മാറുകയും ചെയ്യും. ദെൻ P1 LHSലുണ്ട്. ഇവിടെ ഹാഫ് റോ V1 സ്ക്വയർ മൈനസ് ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവും. ദെൻ അതുപോലെ റോ ജി മൈനസ് H1 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് H1 ആവും. ബാക്കി പോസിറ്റീവ് ടേമുകളൊക്കെ നമ്മൾ റൈറ്റ് സൈഡിൽ തന്നെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ ജി H1 ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ ജി H2 എന്ന് എഴുതാൻ സാധിക്കും. ദാറ്റ് മീൻസ് ദ പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് potential energy per unit volume at one end is equal to that of the second end. That means the total energy per unit volume remains കോൺസ്റ്റന്റ്. നോക്കൂ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള 4 സ്റ്റെപ്പുകളിലേക്കാക്കി നമ്മൾ ഇതിന്റെ ഡെറിവേഷൻ മാറ്റിയിട്ടുണ്ട്. നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആ രീതിയിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ഇവിടെ വരാവുന്ന മറ്റൊരു കൺസെപ്റ്റ്, ഈ പൈപ്പില് ഹൈറ്റ് രണ്ടും സെയിം ആണ്. പൈപ്പ് ആവണമെന്നില്ല, ഒരു ഫ്ലോ നടക്കുമ്പോൾ അവിടെ ആ 2 സ്ഥലങ്ങളിലെ ഹൈറ്റ് സെയിം ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ നോക്കൂ. H1 ഉം H2 ഉം ഈക്വൽ ആണെങ്കിൽ റോ ജി എച്ച് ഇവിടെ എന്തായി മാറും, റോ ജി എച്ച്. അങ്ങനെയാണെങ്കിൽ ഈ 2 ടേമുകൾ ക്യാൻസൽ ചെയ്യപ്പെടും. ബാക്കി എന്താ ഉണ്ടാവുള്ളൂ നോക്കൂ, P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ ഇസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് നമുക്ക് ഷോർട്ട് ആയിട്ട് എന്ത് എഴുതാം, P പ്ലസ് ഹാഫ് റോ V സ്ക്വയർ ഈസ് എ കോൺസ്റ്റന്റ് എന്ന് എഴുതാം. ദാറ്റ് മീൻസ് പ്രഷർ പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ ഈസ് എ കോൺസ്റ്റന്റ്. അവിടെ റോ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ അവിടെ 2 വേരിയബിൾ ആണ്. ഏതൊക്കെയാണ്, ഒന്ന് പ്രഷറും മറ്റൊന്ന് വെലോസിറ്റി. നോക്കൂ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ സാധിക്കും. എന്താണ്, ആസ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ്. ക്ലിയർ? ഒരു ഹൊറിസോണ്ടൽ ഫ്ലോ ആണ് നടക്കുന്നതെങ്കിൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ സ്ഥലത്തെ പ്രഷർ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് അതിനെന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യാം. ദെൻ P പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ ഈസ് എ കോൺസ്റ്റന്റ്. പല ആൻസറുകളും നമ്മൾ ആ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാവുന്ന അക്കോർഡിംഗ് ടു ബെർണോളിസ് പ്രിൻസിപ്പിൾ ഫോർ ഹൊറിസോണ്ടൽ ഫ്ലോ P പ്ലസ് ഹാഫ് റോ വി square is a constant. That means as velocity increases pressure decreases. ഈ രീതിയിൽ നമുക്ക് അതിനെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പല ക്വസ്റ്റ്യൻ കണ്ടില്ലേ. രണ്ട് നൂലിൽ 2 ബോൾ തൂക്കിയിട്ടിട്ട് അതിൻ്റെ ഇടയിലൂടെ ഊതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അടുത്തേക്ക് വരുന്നതായിട്ട് കാണാം. അതിനൊക്കെ ആൻസറാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്താണ്, ആ വെലോസിറ്റി കൂടുന്ന സ്ഥലത്ത് പ്രഷർ കുറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 2 അടുത്തേക്ക് വരുന്നത് എന്ന്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്യുന്ന അത്തരം ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെന്റൻസുകളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് സ്പീഡ് ഓഫ് എഫ്ലക്സ്. ഓക്കെ, ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഒരു ലിക്വിഡ് എടുത്തിട്ടുണ്ട്. ആ ലിക്വിഡ് പുറത്തേക്ക് ചാടുന്ന വെലോസിറ്റി, അതാണ് എന്ത് ഉദ്ദേശിച്ചത്, സ്പീഡ് ഓഫ് എഫ്ലക്സ്. ആ സ്പീഡ് ഓഫ് എഫ്ലക്സിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നമുക്ക് വരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അതിൽ H2 ഹൈറ്റിൽ എന്തുണ്ട്, ലിക്വിഡ് ഉണ്ട് അല്ലേ. ദെൻ അവിടെ ഒരു നോസിൽ ഉണ്ട്. നോസില് ബോട്ടത്തിൽ നിന്നും എത്ര ഹൈറ്റിലാണ്, H1 ഹൈറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിലെ ലിക്വിഡിലെ ലെവൽ ഡിഫറൻസ് എത്രയാണ്, H. ദെൻ പുറത്തേക്ക് പോകുന്ന ഭാഗത്തെ വെലോസിറ്റി നമ്മൾ V
v1 എന്ന് എടുത്തു, ഈ ഭാഗത്തെ വെലോസിറ്റി v2 എന്ന് എടുക്കേണ്ടതായിരുന്നു. പക്ഷേ നോക്കൂ, വളരെ ചെറിയ നോസിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ വളരെ പതുക്കെ മാത്രമേ ഇത് താഴേക്ക് വരുള്ളൂ. അതുകൊണ്ട് തന്നെ ആ വെലോസിറ്റി നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ v2 അത് കൺസിഡർ ചെയ്യാത്തത്. ദെൻ പ്രഷറുമായി റിലേറ്റ് നോക്കുമ്പോൾ ഇവിടുത്തെ പ്രഷർ നമ്മൾ P എന്നെടുത്തു, ഈ ഭാഗത്തെ പ്രഷർ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് എടുക്കുക, കാരണം അത് ആ ഭാഗം അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ആണ്. ഇവിടെ നോക്കൂ, നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ എന്ത് കിട്ടും? നമ്മൾ ബെർണോളിസ് ഇക്വേഷനിൽ അറിയാം, നമുക്ക് P1 പ്ലസ് റോ ജി H1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ എന്ന് എഴുതേണ്ടത്. അത് എഴുതിയിട്ടുണ്ട്. P1 പകരം നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ രണ്ടാമത്തെ സ്ഥലത്ത് നമുക്ക് P2 പകരം നമ്മൾ P എന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ P എന്ന് എടുത്തു. ദെൻ ഇവിടുത്തെ റോ ജി H2 എടുത്തു. ഇവിടെ മൂന്നാമത്തെ ടേം ആയിട്ട് വരേണ്ട ഹാഫ് റോ V2 സ്ക്വയർ നമ്മൾ എഴുതിയില്ല, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു V2 ഇസ് നെഗ്ലിജിബിളി സ്മോൾ ആണ്. നമ്മൾ 0 എന്നത് എടുത്തുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. ദെൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി ഓഫ് എഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് എഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്പീഡുള്ള ടേമിനെ മാത്രം നമ്മൾ ഒരു സൈഡിൽ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ടേംസിനൊക്കെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. നോക്കൂ, ഈ ഹാഫ് റോ V1 സ്ക്വയറിനെ LHSൽ നിർത്തി, ബാക്കി നോക്കൂ PA അങ്ങോട്ട് പോയി, ആ P മൈനസ് PA എന്നുള്ള ടേം കിട്ടി. പിന്നെ ഇവിടെ റോ ജി H2 ഉണ്ടായിരുന്നു, ഇവിടുന്ന് റോ ജി H1 വന്നു കഴിഞ്ഞാൽ റോ ജി H2 മൈനസ് H1. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ആൻസർ ആയി. ദെൻ ഇവിടെ നോക്കൂ, 2 മുകളിലേക്ക് വരും, റോ താഴേക്ക് വരും. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് എടുക്കണം, കാരണം V1 സ്ക്വയറിന്റെ ആൻസർ ആ വരും. അപ്പം സ്വാഭാവികമായിട്ടും V1 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 ബൈ റോ ഇൻറ്റു എന്ത് വരും? P മൈനസ് PA. ദെൻ ഇതുപോലെ അപ്പോൾ രണ്ടാമത്തെ ടേമിനെയും നമ്മൾ 2 ബൈ റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ റോ ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി എന്തുണ്ടാവുക? 2G H2 മൈനസ് H1 എന്നാണ് വരേണ്ടത്. ഈ H2 മൈനസ് H1 നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു? ലെവൽ ഡിഫറൻസ് H എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു. ദാറ്റ് ഈസ് സ്പീഡ് ഓഫ് എഫ്ലക്സ് V1 is equal to root 2 by rho into P minus PA plus 2GH. ക്ലിയർ ആണല്ലോ? അപ്പോൾ അപ്ലിക്കേഷൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്പീഡ് ഓഫ് എഫ്ലക്സ്. ദെൻ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ലോ ആണ് ടോറിസെല്ലിസ് ലോ ഓഫ് എഫ്ലക്സ്. ഓക്കെ, ടോറിസെല്ലിസ് ലോ പറയുന്നത് ഒരു ഓപ്പൺ കണ്ടെയ്നറിൽ നിന്നും പുറത്തേക്ക് വരുന്ന എഫ്ലക്സിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ സ്പീഡിന് ഈക്വൽ ആയിരിക്കും എന്നാണ്. അപ്പോൾ ലോ അതാണ്, നമുക്ക് മനസ്സിലാക്കി വെക്കുക. അതാണ് ടോറിസെല്ലിസ് ലോ ഓഫ് എഫ്ലക്സ്. ദ സ്പീഡ് ഓഫ് എഫ്ലക്സ് ഇസ് ഈക്വൽ ടു ദ സ്പീഡ് ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി ഫ്രം ദ സെയിം ഹൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കൂ, ഒരു ലെവൽ ഡിഫറൻസ് ഉണ്ട് H ലെവൽ ഡിഫറൻസ് ഉള്ള ഓപ്പൺ ആയ ഒരു കണ്ടെയ്നറിൽ നിന്നും പുറത്തേക്ക് വരുന്ന ലിക്വിഡിന്റെ വെലോസിറ്റിയും H ഹൈറ്റിൽ നിന്നൊരു ബോഡി ഫ്രീലി ഫോളിംഗ് ആയിട്ട് വരികയാണെങ്കിൽ താഴെ എത്തുമ്പോൾ ഉണ്ടാവുന്ന വെലോസിറ്റിയും ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതാണ് ടോറിസെല്ലി ലോ പറയുന്നത്. ദെൻ ഒരു ബോഡി H ഹൈറ്റിൽ നിന്നും മുകളിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ നമ്മൾ താഴെ എത്തുമ്പോൾ വെലോസിറ്റി നമുക്കറിയാം എത്രയാണ്? റൂട്ട് 2GH ആണ്. നമുക്ക് ഇവിടെയും അതേ ആൻസർ കിട്ടുന്നുണ്ട് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അതിന്റെ അങ്ങനെ ഒരു ആൻസർ നമുക്ക് പ്രൂഫ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഇതേ ഡെറിവേഷൻ തന്നെ നമ്മൾ യൂസ് ചെയ്യുക. ഇതിൽ എന്ത് യൂസ് ചെയ്യുക? ഈ ഭാഗം ഓപ്പൺ ആണെങ്കിൽ P2 ഈക്വൽ ടു എന്തായിരിക്കും? PA ആയിരിക്കും, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിട്ട് മാറും. അപ്പോൾ രണ്ട് സൈഡും ഓപ്പൺ ആണെങ്കിൽ ഇവിടുത്തെ പ്രഷറും ഈക്വൽ ആവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ P മൈനസ് P എന്നുള്ളത് PA മൈനസ് PA 0 ആയിട്ട് മാറും. ഈ ടേം 0 ആയി പോയി കഴിഞ്ഞാൽ ബാക്കി എന്താണ്? V1 ഈക്വൽ ടു റൂട്ട് 2GH അല്ലേ? അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഓപ്പൺ ആണെങ്കിൽ P ഈക്വൽ ടു എന്തായി മാറും? PA ആയി മാറും. ദെൻ V ഈക്വൽ ടു റൂട്ട് 2GH. അപ്പോൾ ഇതേ ഡെറിവേഷൻ ഉപയോഗിച്ച്, ഈ കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റി ഓഫ് എഫ്ലക്സ് ഫ്രം an ഓപ്പൺ കണ്ടെയ്നർ ഇസ് ഈക്വൽ ടു എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കും? റൂട്ട് 2GH. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രൂഫായി ടോറിസെല്ലിസ് ലോ ഓഫ് എഫ്ലക്സിന് പ്രൂഫായി. ടോറിസെല്ലി ലോ പറയുന്നത് എന്താ? അക്കോർഡിംഗ് ടു ദിസ് ലോ ദ സ്പീഡ് ഓഫ് എഫ്ലക്സ് ഫ്രം എ പർട്ടിക്കുലർ ഹൈറ്റ് ഈസ് ഈക്വൽ ടു ദ സ്പീഡ് ഓഫ് ഫ്രീലി ഫോളിംഗ് ബോഡി ഫ്രം ദ സെയിം ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കുക. അതിന്റെ പ്രൂഫ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് എഴുതേണ്ട സ്റ്റെപ്പ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ മറ്റ് ചില അപ്ലിക്കേഷൻസ് ആണ്. അതിലൊന്നാണ് വെഞ്ചുറി മീറ്റർ. ഓക്കെ, ഒരു ഫ്ലോയുടെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്ത്?
വെഞ്ചുറിമീറ്റർ. വെഞ്ചുറിമീറ്ററിൽ നമ്മൾക്ക് ആ സ്പീഡ് ഓഫ് ഫ്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നമുക്കറിയാം. ഒരു ട്യൂബ്, അതിൻ്റെ സെൻട്രൽ ഭാഗം എന്തായിരിക്കും? നാരോ ആയിരിക്കും. അതിന് നമ്മൾ യു ട്യൂബുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു പെർട്ടിക്കുലർ ഹൈ ഡെൻസിറ്റി ഫ്ലൂയിഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്കറിയാം. ഇനി ഏത് ഫ്ലോയുടെ സ്പീഡാണോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അത് ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഫ്ലോ ചെയ്യിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ആ ഫ്ലോയുടെ വെലോസിറ്റി v1 എന്ന് മാർക്ക് ചെയ്യാം. നമുക്കതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ നാരോ ട്യൂബ് ആയതുകൊണ്ട് അവിടെ ഏരിയ കുറവാണ്. നമുക്ക് ഇവിടെ വലിയ ഏരിയ ക്യാപിറ്റൽ എ എന്നും ഈ ചെറിയ ഏരിയ സ്മോൾ എ എന്നും നമ്മൾ എടുത്തിട്ടുണ്ട്. ആ സ്മോൾ എ ഏരിയ എത്തുന്ന സമയത്ത് വെലോസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം. കാരണം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ എന്ത് പറയുന്നുണ്ട്? ആസ് ഏരിയ ഡിക്രീസസ് വെലോസിറ്റി ഇൻക്രീസസ്. ഓക്കെ, അങ്ങനെ ഒരു ഇൻക്രീസ് അവിടെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും താഴെ കണക്ട് ചെയ്തിട്ടുള്ള യൂട്യൂബിൽ ഹൈറ്റ് ഡിഫറൻസ് ഡെവലപ്പ്. അപ്പോൾ ആ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടാവാൻ കാരണം എന്താണ്? ഈ രണ്ട് ട്യൂബിലെ പ്രഷർ ഡിഫറൻസ് ആണ് അല്ലേ? വെലോസിറ്റി കൂടിയ സ്ഥലത്ത് പ്രഷർ കുറയുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാ? ഹൊറിസോണ്ടൽ ഫ്ലോ നടക്കുമ്പോൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ പഠിച്ചിരുന്നു ആസ് വെലോസിറ്റി ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ്. അപ്പോൾ എല്ലാം കൂടി നമ്മൾ നോക്കുമ്പോൾ നോക്കൂ, ഇവിടെ വെലോസിറ്റി v1, ഇവിടെ വെലോസിറ്റി v2. ആ v2 എന്ന് പറയുന്നത് ഹൈ വെലോസിറ്റിയാണ്. ഹൈ വെലോസിറ്റിയുടെ സ്ഥലത്ത് എന്ത് കുറയും? പ്രഷർ കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു തള്ളലുണ്ടാവും അല്ലേ? അങ്ങനെയാണ് ഇവിടെ ഈ ലെവൽ ഡിഫറൻസ് ഉണ്ടാവുന്നത്. ആ ലെവൽ ഡിഫറൻസ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്? h ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിലെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള ലിക്വിഡിനുണ്ടാകുന്ന ലെവൽ ഡിഫറൻസ് h ആയിട്ട് നമ്മൾ എടുക്കുന്നു. ദെൻ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താണ്? a1 v1 ഈക്വൽ ടു a2 v2. അപ്പോൾ ഇവിടെ അത് ക്യാപിറ്റൽ A ഇൻറ്റു v1 ഈക്വൽ ടു സ്മോൾ a ഇൻറ്റു v2 എന്ന് എഴുതാം. അതിൽ നിന്നും v2 ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ക്യാപിറ്റൽ A ബൈ സ്മോൾ a ഇൻറ്റു v1 എന്ന് എഴുതാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ പിക്ചറിലൂടെ കാണിക്കുക. ദെൻ നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ എടുക്കുന്നു. ഹൊറിസോണ്ടൽ ഫ്ലോ ആണെങ്കിൽ നമ്മൾ ഹൈറ്റിനെ റിലേറ്റ് ചെയ്യുന്ന ടേംസ് നമ്മൾ ക്യാൻസൽ ചെയ്യാറുണ്ട്. ദെൻ ബാക്കി ടേം എന്താ? p1 പ്ലസ് ഹാഫ് റോ v1 സ്ക്വയർ ഈസ് ഈക്വൽ ടു p2 പ്ലസ് ഹാഫ് റോ v2ന് പകരം നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ a ബൈ a സ്ക്വയർ ഇൻറ്റു v1 സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ഇനി നമ്മളിവിടെ പ്രഷർ ഡിഫറൻസിലേക്ക് അത് മാറ്റുകയാണെങ്കിൽ p1 മൈനസ് p2 എടുക്കുകയാണ്. ഈ ടേമിൽ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഇക്വേഷൻ എന്തായി മാറും? നോക്കൂ, p1 മൈനസ് p2 ഈക്വൽ ടു നോക്കൂ, ഇവിടെ രണ്ട് സൈഡിലും ഈ ടേമുകളിൽ ഹാഫ് റോ v1 സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. നോക്കൂ, ഹാഫ് റോ v1 സ്ക്വയർ, ഇവിടെയും ഹാഫ് റോ v1 സ്ക്വയർ. അപ്പോൾ ഇത് RHSലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ നോക്കൂ എന്തായി മാറും? ഹാഫ് റോ v1 സ്ക്വയർ നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. ബാക്കി ഇവിടെ എന്തുണ്ട്? a സ്ക്വയർ ബൈ a സ്ക്വയർ എടുത്തു. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്ന -1 എടുത്തു. ഓക്കെ, ദെൻ നമുക്ക് ഇക്വേഷന്റെ ഫോർമാറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു. ദെൻ നമ്മൾ എടുക്കുന്നത് p1 മൈനസ് p2 ആണ്. ഈ രണ്ട് സ്ഥലങ്ങളിലെ പ്രഷർ ഡിഫറൻസ് ആണ്. നമുക്കറിയാം പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ യൂട്യൂബിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഹൈറ്റ് ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? h1 മൈനസ് h2 റോ g എന്നാണ് നമുക്ക് എടുക്കാറ്. ആ h2 മൈനസ് h1 അല്ലെങ്കിൽ h1 മൈനസ് h2നെ നമുക്ക് ലെവൽ ഡിഫറൻസ് h ആയിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ p1 മൈനസ് p2ന് പകരം നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആണ് ആക്ച്വലി എന്ത്? h റോ g. ഇവിടെ അടുത്തുള്ള റോ എന്ന് പറയുന്നത് ഈ മാനോമീറ്ററിൽ നമ്മൾ ഇതിന് യൂട്യൂബ് മാനോമീറ്റർ എന്ന് പറയാറുണ്ട്. ആ മാനോമീറ്ററിൽ നമ്മൾ എടുത്തിട്ടുള്ള ലിക്വിഡിന്റെ ഡെൻസിറ്റിയാണ്. എന്നാൽ ഇവിടെ വരുന്ന ഡെൻസിറ്റിയോ നമ്മൾ ഇതിലൂടെ ഫ്ലോ ചെയ്യിക്കുന്ന ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയാണ്. നമുക്കറിയാം. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് v1 സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണം. നോക്കൂ, v1 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ടേം ഡിനോമിനേറ്ററിലേക്ക് പോകും. ഇവിടുന്ന് 2 ന്യൂമറേറ്ററിലേക്കും റോ താഴേക്കും വരും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്തായി മാറും? നോക്കൂ, v1 സ്ക്വയർ ഈക്വൽ ടു നമ്മൾ v1 ഈക്വൽ ടു നോക്കുമ്പോൾ സ്ക്വയർ റൂട്ട് വരും. സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു h റോ എം ജി അല്ലെ? 2 ഇൻറ്റു h റോ എം ജി. താഴേക്ക് ഈ റോ പോകുന്നു, റോ താഴെ എത്തി. ദെൻ ഈ സ്ക്വയർ ബ്രാക്കറ്റിലെ ക്വാണ്ടിറ്റി കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. നോക്കൂ, അല്ലെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ഡിവൈഡഡ് ബൈ a സ്ക്വയർ മൈനസ് 1 ഓൾ റൈസ് ടു ഹാഫ് എന്നാണ് എഴുതേണ്ടത്. നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൂടുന്നപ്പോൾ എന്താക്കി മാറ്റി? -½ ആക്കി മാറ്റി. ഇങ്ങനെ നമുക്ക് വെലോസിറ്റി ഓഫ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യാം. എന്ത് ഉപയോഗിച്ചിട്ട്? വെഞ്ചുറിമീറ്റർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെറിവേഷൻ
എക്സ്പ്ലനേഷൻ എഴുതി പഠിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ 2 പ്രാവശ്യം എഴുതി അത് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോവുക. ഓക്കെ, ദെൻ ബെർണോളിസ് പ്രിൻസിപ്പിളുമായി റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു കൺസെപ്റ്റ് ആണ് സ്പ്രേയർ. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് കൂടിയാണ്. ഒരു സ്പ്രേയർ ആകുമ്പോൾ അവിടെ ഒരു ട്യൂബിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു എയർ ഫ്ലോ ചെയ്യിക്കുന്നു. അങ്ങനെ എയർ ഫ്ലോ ചെയ്യിക്കുന്ന കേസിൽ ഇവിടെ പ്രഷർ കുറയുകയും പ്രഷർ കൂടുതലുള്ള ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും, ഈ എയർ മുകളിലേക്ക് വരുമ്പോൾ കൂടെ ആരും വരും, ലിക്വിഡ് മുകളിലേക്ക് വരികയും ആ പുറത്തേക്ക് പോകുന്ന എയറിന്റെ കൂടെ ലിക്വിഡ് സ്പ്രേ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്, നമുക്കറിയാം. അപ്പം കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകാതെ ഷോർട്ടായിട്ട് പഠിച്ചു വെക്കേണ്ട മെത്തേഡ്സ് മാത്രമാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ പിക്ചർ വരയ്ക്കുക സ്പ്രേ ചോദിച്ചു കഴിഞ്ഞാൽ സ്പ്രേയർ വർക്ക് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ ബെർണോളിസ് പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എന്താണ് അവിടെ യൂസ് ചെയ്യുന്നത്, ആസ് വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ് എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ നോക്കൂ, ഇവിടെ ഈ വെർട്ടിക്കൽ ട്യൂബിലെയും ഹൊറിസോണ്ടൽ ട്യൂബിലെയും പ്രഷർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ ട്യൂബിലെ പ്രഷർ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ട്യൂബിലെ ഈ പ്രഷറിനേക്കാൾ കുറവായിരിക്കും. എന്തുകൊണ്ട്, ഇതിലൂടെ ഹൈ വെലോസിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, എയർ ഫ്ലോ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ആ ഹൊറിസോണ്ടൽ ഫ്ലോ അവിടെ നടക്കുമ്പോൾ അവിടെയുള്ള പ്രഷർ എന്ത് ചെയ്യും, കുറയും. കാരണം അവിടെ വെലോസിറ്റി കൂടുന്നു വന്നുകൊണ്ട്. ദെൻ ഇപ്പോൾ വെർട്ടിക്കൽ ട്യൂബിലെ പ്രഷറിനേക്കാൾ കുറയുന്നു എവിടെ, ഹൊറിസോണ്ടൽ ട്യൂബിലെ പ്രഷർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ലിക്വിഡ് അങ്ങോട്ട് മുകളിലേക്ക് കയറി വന്ന് ആരുടെ കൂടെ സ്പ്രേ ചെയ്യപ്പെടും, ആ എയറിന്റെ കൂടെ സ്പ്രേ ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ എഴുതാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് ഇത് എഴുതുക. ദെൻ ഈ കണ്ടീഷൻ എഴുതുക. കണ്ടീഷൻ കാരണം വേണമെങ്കിൽ ഷോർട്ടായിട്ട് എഴുതാം. എന്താണ്, ആസ് വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻക്രീസസ് pressure in the horizontal tube decreases than the vertical tube, then the liquid rises and sprays out through the എയർ എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ദെൻ അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ വരാറുള്ളത് ബ്ലഡ് ഫ്ലോ ആൻഡ് ഹാർട്ട് അറ്റാക്ക് എന്നുള്ള കൺസെപ്റ്റ് ആണ്. നമുക്കറിയാം ബ്ലഡ് വെസൽസിൽ ഫാറ്റ് പോലെയുള്ള വസ്തുക്കൾ അടിഞ്ഞുകൂടി ഉണ്ടാവുന്ന ബ്ലോക്ക് വഴി ഉണ്ടാവുന്ന ഒരു എഫക്റ്റ് ആണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് നമുക്കറിയാം. അപ്പോൾ ആ ബ്ലോക്ക് ഉണ്ടാവാനുള്ള കാരണം വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ ഷോർട്ടായിട്ട് കാണിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. നമ്മളൊരു ബ്ലഡ് വെസൽ കാണിച്ചിട്ടുണ്ട്, അതിലൂടെ ബ്ലഡ് ഒഴുകുന്നത് V1 വെലോസിറ്റിയിലും ആ ഭാഗത്തെ പ്രഷർ P1ഉം, ഒരു ഭാഗത്ത് ചില ഡെപ്പോസിഷൻ കാണിച്ചിട്ടുണ്ട്. ആ ഡെപ്പോസിഷനുള്ള സ്ഥലത്ത് ഏരിയ കുറവാണ്. ഏരിയ കുറഞ്ഞ സ്ഥലത്ത് എന്ത് ചെയ്യും, വെലോസിറ്റി കൂടും. അതിന് നമ്മൾ വെലോസിറ്റി V2 എന്ന് കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്ത് പ്രഷർ എന്താണ്, P2. അപ്പോൾ നമുക്കൊരു കൺക്ലൂഷൻ എത്തിച്ചേരാൻ നോക്കൂ, V2 is greater than V1 due to decrease in area. അല്ലെ, ഏരിയ കുറഞ്ഞ ഭാഗത്ത് ഡെപ്പോസിഷൻ വരുന്ന സ്ഥലത്ത് ഏരിയ കുറയും, ഏരിയ കുറഞ്ഞ ഭാഗത്ത് എന്ത് ചെയ്യും, വെലോസിറ്റി കൂടുകയും ചെയ്യും. നമുക്കറിയാം ആസ് വെലോസിറ്റി ഇൻക്രീസസ് pressure decreases. അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്ത് പ്രഷർ മറ്റേ സ്ഥലത്ത് പ്രഷറിനേക്കാൾ കുറയും. then P2 becomes less than P1 and hence the area of the blood vessel decreases and finally results in heart attack. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ പിക്ചറും ഇങ്ങനെ ഒരു കണ്ടീഷനും കൊടുത്തിട്ട് നമ്മൾ ഒരു കൺക്ലൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ദെൻ മറ്റൊരു എക്സാമ്പിൾ ആണെന്ത്, മാഗ്നസ് എഫക്റ്റ്. നമുക്കറിയാം മൂവ് ചെയ്യുന്ന ഒരു ബോൾ സ്പിൻ ചെയ്യുന്നുവെങ്കിൽ അതിന്റെ പാത്ത് എന്ത് ചെയ്യും, ഡീവിയേറ്റ് ചെയ്യും. ആ പാത്ത് ഡീവിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്, മാഗ്നസ് എഫക്റ്റ്. അല്ലേ, നമ്മൾ പിന്നെ ഫുട്ബോളിലൊക്കെ ബോള് കറങ്ങി പോകുമ്പോൾ സൈഡിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ ആണെന്ത്, മാഗ്നസ് എഫക്റ്റ്. അപ്പോൾ നമുക്ക് അവിടെ പ്രഷർ ഡിഫറൻസ് വഴി എങ്ങനെയാണ് അതിന്റെ പാത്ത് ഡീവിയേറ്റ് ചെയ്യുന്നതാണ് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടാവുക. അപ്പോൾ നമുക്ക് മാഗ്നസ് എഫക്റ്റിനെ എങ്ങനെ പറയാൻ സാധിക്കും, ഡീവിയേഷൻ ഓഫ് എ മൂവിംഗ് ബോൾ ഡ്യൂ ടു ഇറ്റ്സ് റൊട്ടേഷൻ ഈസ് നോൺ ആസ് മാഗ്നസ് എഫക്റ്റ്. അല്ലേ, മൂവ് ചെയ്യുന്ന ബോൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പാത്തിൽ ഉണ്ടാവുന്ന ഡീവിയേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, അല്ലെങ്കിൽ ആ ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, മാഗ്നസ് എഫക്റ്റ്. ഓക്കെ, അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം നമുക്ക്. നമ്മളിവിടെ ഒരു ബോൾ V വെലോസിറ്റിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് എടുത്തു, റൈറ്റ് സൈഡിലേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു റിലേറ്റീവ് വെലോസിറ്റി ഉണ്ടാവും എയറിന്. എയർ V വെലോസിറ്റിയോട് കൂടി പുറകിലേക്ക് വരും. ദെൻ ഈ ബോൾ U വെലോസിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്പിൻ ചെയ്യുന്നുണ്ട് എങ്കിൽ നോക്കൂ, ഈ ഭാഗത്ത് ബാക്കിലേക്ക് വരുന്ന എയറിനെ ഈ U എന്ന് പറയുന്ന ആ റൊട്ടേഷൻ കൊണ്ട് ഒരു ബാക്കിലേക്ക് ഒരു തള്ളൽ കൂടി കിട്ടും. അപ്പോൾ നെറ്റ് ബാക്ക്വേർഡ് വെലോസിറ്റി എന്തായി മാറും, V+U. എന്നാൽ ഇവിടെ എയർ ഉണ്ടാവുന്ന റിലേറ്റീവ് വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ബോൾ എന്ത് ചെയ്യുന്നത്, കറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി അവിടെ കുറയും, എത്രയായി മാറും, V-U ആയി മാറും. നോക്കൂ, ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോളിന്റെ ഒരു സൈഡിൽ ഹൈ വെലോസിറ്റിയും ഒരു സൈഡിൽ എന്താണ്, ലോ വെലോസിറ്റി ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ പിക്ചർ തന്നെ അറിയാം V+U ആണ്, മറ്റേ എന്താണ് V-U ആണ്. ദെൻ ഈ സൈഡിലെ പ്രഷർ നമ്മൾ P1 എന്നും താഴെ P2 എന്നും കാണിച്ചു. നോക്കൂ, വെലോസിറ്റി കൂടിയ സ്ഥലത്ത് എന്ത് കുറയും നമുക്കറിയാം,
പ്രഷർ കുറയും. അങ്ങനെയാണെങ്കിൽ കൺക്ലൂഷൻ നമുക്ക് എഴുതാം, ഹിയർ P1 is less than P2 and ball deviate through that region. ക്ലിയർ? ഇങ്ങനെ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നമുക്കൊരു പിക്ചറിന്റെ സഹായത്തോടു കൂടി ഇതൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊന്നും പഠിക്കാൻ പോകണ്ട എന്നർത്ഥം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ എയറോഫോയിൽ ആണ് അല്ലേ. എന്താ എയറോഫോയിൽ? നമുക്കറിയാം, ഒരു സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഫോയിലാണ് എന്ത് എയറോഫോയിൽ. ഹൊറിസോണ്ടൽ ആയിട്ട് അത് ഫ്ലോ ചെയ്യുമ്പോൾ മുകളിലേക്ക് ഒരു അപ്വേർഡ് ത്രസ്റ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ള ആ സ്ട്രക്ചറിനെ വിളിച്ച പേരായിരുന്നു എന്ത്? എയറോഫോയിൽ. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, എയറോപ്ലെയിൻസിലൊക്കെ വിങ്സിൽ ആക്ട് ചെയ്യുന്ന ആ ത്രസ്റ്റ് നമുക്ക് ഈ ഷേപ്പ് കൊണ്ട് കിട്ടുന്നതാണെന്ന്. അപ്പോൾ ആ ഷേപ്പിൽ എങ്ങനെയാണ് മുകളിലേക്ക് ത്രസ്റ്റ് കിട്ടുന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കൂ. ഇപ്പോൾ ഒരു ഭാഗത്ത് കനം കൂടിയ എന്നാൽ ബാക്കിലേക്ക് വരുന്തോറും കനം കുറഞ്ഞ ഷേപ്പിലുള്ള ഒരു പ്ലേറ്റ് ആണ്, ഒരു ലാമിനയാണ് എന്ത് എയറോഫോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ മുന്നോട്ട് v വെലോസിറ്റിയിൽ ഇത് മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എയർ ബാക്കിലേക്ക് വരും. നമുക്ക് താഴെ അതിന്റെ ഷേപ്പ് ഫ്ലാറ്റ് ആയിട്ടാണ്, എന്നാൽ മുകളിൽ കർവ്ഡ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. v വെലോസിറ്റിയിൽ ഈ ഫോയിൽ മുന്നോട്ട് പോകുമ്പോൾ താഴെ അത് ഫ്ലാറ്റ് ആയതുകൊണ്ട് v വെലോസിറ്റി തന്നെ ആയിരിക്കും എയറിന് കിട്ടുന്ന റിലേറ്റീവ് വെലോസിറ്റി. എന്നാൽ മുകൾ ഭാഗത്ത് കർവ്ഡ് ആയതുകൊണ്ട് തന്നെ അവിടെ റിലേറ്റീവ് വെലോസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. ഞാൻ v ഡാഷ് എന്ന് കാണിച്ചു. സ്വാഭാവികമായിട്ടും v ഡാഷ് എന്തിനേക്കാൾ കൂടുതലായിരിക്കും? v യേക്കാൾ കൂടുതലായിരിക്കും. എന്തുകൊണ്ട്? അവിടെ കൂടുതൽ റീജിയൻ കവർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട്. അത് നമ്മൾ പഠിച്ച സംഭവമാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ കൂടുതൽ വെലോസിറ്റി ഉള്ള സ്ഥലത്ത് എന്ത് കുറയും? പ്രഷർ കുറയും. അപ്പൊ ഈ പിക്ചർ വരയ്ക്കാം. ഹിയർ v ഡാഷ് ഈസ് ഗ്രേറ്റർ ദാൻ v, therefore we can say that p ഡാഷ് ഈസ് ലെസ് ദാൻ p എന്ന് കൊടുത്ത കൺക്ലൂഷൻ ആയി. p ഡാഷ് എന്തിനേക്കാൾ കുറവാണ്? p യേക്കാൾ കുറവാണ്. അപ്പൊ താഴെയുള്ള പ്രഷറിനേക്കാൾ കുറവാണ് മുകളിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും താഴെ നിന്ന് മുകളിലേക്കൊരു ത്രസ്റ്റ് കിട്ടുന്നുള്ള ആൻസറായി. ഈ രീതിയിൽ നമ്മൾ പഠിച്ച ആൻസറുകളൊക്കെ വളരെ ഷോർട്ട് ആയിട്ട് നമ്മൾ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് അത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിളുമായി റിലേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റുകളും അതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലൂയിഡുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് പഠിച്ചു വന്നുകൊണ്ടിരുന്നത്. ആദ്യം നമ്മൾ ഫ്ലൂയിഡ് പ്രഷർ, ഡെൻസിറ്റി, അതുമായി ബന്ധപ്പെട്ട പാസ്കൽസ് ലോ, ആപ്ലിക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഫ്ലൂയിഡ് ഡൈനാമിക്സിലേക്ക് വന്നു. അപ്പോൾ അവിടെ നമ്മൾ എന്ത് പഠിച്ചു? രണ്ട് തരത്തിലുള്ള ഫ്ലോ ഉണ്ട്, സ്ട്രീം ലൈൻ ഫ്ലോ, ടർബുലന്റ് ഫ്ലോ. ദെൻ ഫ്ലോയുമായി റിലേറ്റ് ചെയ്ത രണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞു. ഒന്ന് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ദാറ്റ് ഈസ് ഏരിയൽ വെലോസിറ്റി ഓഫ് എ കണ്ടിന്യൂസ് ഫ്ലോ റിമൈൻസ് constant, and second one Bernoullis principle. According to Bernoullis principle, the total energy per unit volume remains constant. അല്ലേ, Bernoullis equation പഠിച്ചു. horizontal flow ആണെങ്കിൽ നമുക്ക് എന്ത് പറയാന്ന് പഠിച്ചു? as velocity increases pressure decreases. അത് വെച്ച് നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. then ഈ Bernoullis principle അടിസ്ഥാനത്തിൽ നമുക്ക് പല പ്രോസസ്സുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. നമ്മൾ അതുമായി ബന്ധപ്പെട്ട പല ആപ്ലിക്കേഷൻസും നമ്മൾ പഠിച്ചു. then നമ്മൾ ഫ്ലൂയിഡിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് പോകാം. നമുക്ക് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലൂയിഡിന്റെ പുതിയൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, എന്താണത്? വിസ്കോസിറ്റി അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളിൽ തന്നെ ഒരു ഓപ്പോസിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ ഫോഴ്സിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? വിസ്കസ് ഫോഴ്സ്. അങ്ങനെ ആ വിസ്കസ് ഫോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഫ്ലൂയിഡിന് ഫ്ലോ ചെയ്യാനുള്ള ഒരു റെസിസ്റ്റൻസ് അവിടെ ഉണ്ടാവും അല്ലേ. ആ റെസിസ്റ്റൻസിനെ നമ്മൾ വിളിച്ച പേരാണെന്ത്? വിസ്കോസിറ്റി. അപ്പം സിംപ്ലി വിസ്കോസിറ്റി മീൻസ് ദ റെസിസ്റ്റൻസ് ടു ഫ്ലോ. ഓക്കെ, ആ ഫ്ലൂയിഡിന് ഫ്ലോ ചെയ്യുന്നതിനെതിരെയുള്ള ആ തടസ്സത്തെ നമ്മൾ വിളിച്ച പേരാണെന്ത്? വിസ്കോസിറ്റി. ക്ലിയർ? ദെൻ വാട്ട് ഇസ് വിസ്കസ് ഫോഴ്സ്? ദ ടാൻജൻഷ്യൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് ലിക്വിഡ് അഗെയിൻസ്റ്റ് ദ മോഷൻ ഈസ് നോൺ ആസ് വിസ്കസ് ഫോഴ്സ്. ക്ലിയർ? അപ്പോൾ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ലെയറുകൾക്കിടയിൽ മോഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ആ ഫോഴ്സിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? വിസ്കസ് ഫോഴ്സ്. ഓക്കെ, ദെൻ വിസ്കോസിറ്റി നമ്മൾ സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലാവുന്നത് ദ വിസ്കസ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആൻഡ് വെലോസിറ്റി ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലെയേഴ്സ്. ക്ലിയർ? അങ്ങനെ നമ്മൾ രണ്ട് ലെയർ ഇവിടെ എടുത്തിട്ട് v വെലോസിറ്റിയിൽ ഇത് 0 ആയിട്ട് അസ്യൂം ചെയ്യാണ്. ഇത് v വെലോസിറ്റിയിലാണെങ്കിൽ വെലോസിറ്റിയിലെ ചേഞ്ച് എത്രയാണ്? റിലേറ്റീവ് വെലോസിറ്റി എത്രയാണ്? v മൈനസ് 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കതിനെ v എന്ന് എടുക്കാം. ദെൻ നമുക്ക് ആ രണ്ട് ലെയറുകൾക്കിടയിലെ ഡിസ്റ്റൻസ് നമ്മൾ L ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രൊപ്പോർഷണാലിറ്റി വരും. ഇവിടെ എന്താണ്? F ഈസ് പ്രൊപ്പോർഷണൽ ടു AV ബൈ L. ക്ലിയർ? ദെൻ അത് ഇക്വേഷൻ ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? F ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു AV by L. That constant is known as
കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ക്ലിയർ? ദെൻ ആ ഇക്വേഷൻ നമ്മൾ എന്ത് പറഞ്ഞു? ന്യൂട്ടൺസ് ഫോർമുല. ഓക്കെ, അപ്പോൾ വിസ്കോസിറ്റിയുമായി റിലേറ്റ് ചെയ്യുന്ന വിസ്കസ് ഫോഴ്സിന്റെ എക്സ്പ്രഷനെ നമ്മൾ ന്യൂട്ടൺസ് ഫോർമുല എന്നാണ് പറയുന്നത്. ആ ന്യൂട്ടൺസ് ഫോർമുല പഠിച്ചു വെക്കുക. F is equal to eta into AV by L. ഓക്കെ, ഓരോ ടേംസും എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ദെൻ ദ കോൺസ്റ്റന്റ് ഈസ് നോൺ ആസ് കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. അപ്പോൾ കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്താണെന്ന് ചോദിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതിയിട്ട് ആ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണെന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇക്വേഷൻ എഴുതാം. where eta is the constant known as coefficient of viscosity എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? eta equal to FL by A into V എന്ന് എഴുതാം. അപ്പോൾ കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ഡെഫിനേഷന് പകരം നമ്മൾ ഈ ഇക്വേഷൻ എഴുതി വെക്കുക. അതിന്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? പോയ്സൻലി PL എന്ന് പറയുന്ന നൊട്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കേസാണ് ഒരു ഫ്ലൂയിഡിന്റെ കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ടെമ്പറേച്ചറുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ലിക്വിഡിന്റെ കേസിൽ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഡിക്രീസസ് എന്നാണ് പഠിച്ചിട്ടുണ്ടായത് അല്ലേ? ടെമ്പറേച്ചർ കൂടുന്തോറും വിസ്കോസിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്തതില് ലിക്വിഡിന്റെ കേസിൽ. എന്നാൽ ഗ്യാസിൽ നേരെ ഓപ്പോസിറ്റ് നമ്മൾ പഠിച്ചത് ആസ് ടെമ്പറേച്ചർ റൈസസ് ദ കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആൾസോ ഇൻക്രീസസ്. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമുക്കറിയാം ഹണി, ബ്ലഡ്, അതുപോലെ ഗ്ലിസറിൻ ഇതൊക്കെ എന്താണ്? വിസ്കസ് ഫ്ലൂയിഡ്സ് ആണ്. എന്നാൽ കെറസിൻ, വാട്ടർ പോലെയുള്ളതൊക്കെ എന്താണ്? വിസ്കോസിറ്റി കുറഞ്ഞ ഫ്ലൂയിഡ്സ് ആണ് നമുക്കറിയാം. അപ്പോൾ ആ എക്സാമ്പിൾ കൂടെ പഠിച്ചു വെക്കുക. അപ്പോൾ വിസ്കോസിറ്റി എന്നുള്ള പ്രോസസ്സും അതുമായി റിലേറ്റ് ചെയ്ത് വരാവുന്ന ഷോർട്ട് ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഓക്കെ, ഇനി വിസ്കോസിറ്റിയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു കൺസെപ്റ്റ് ആണ് സ്റ്റോക്സ് ലോ. എന്താ സ്റ്റോക്സ് ലോ എന്ന് പറഞ്ഞാൽ? ഒരു ബോഡി എ എന്ന് പറയുന്ന ഡയമെൻഷനുള്ള ഒരു ബോഡി ഒരു ഫ്ലൂയിഡിലൂടെ v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന്മേ ഉണ്ടാവുന്ന ഒപ്പോസിംഗ് ഫോഴ്സിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്? സ്റ്റോക്സ് ലോയിൽ പറയുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ, സ്റ്റോക്സ് ഇക്വേഷൻ എഴുതി വെച്ചാൽ ലോയുടെ സ്റ്റേറ്റ്മെന്റ് ആയി. എന്താണ്? F is equal to 6 pi eta into AV. എന്താ F എന്ന് പറഞ്ഞാൽ? വിസ്കസ് ഫോഴ്സ് ആക്റ്റഡ് അപ്പോൺ എ ബോഡി മൂവിംഗ് ത്രൂ എ ഫ്ലൂയിഡ്. ക്ലിയർ? V എന്താ? വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. ഈറ്റ നമുക്കറിയാം കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആൻഡ് A is the dimension of the body. ഓക്കെ, അങ്ങനെ വളരെ ചുരുങ്ങിയ രീതിയിൽ എന്ത് ചെയ്യുക? സ്റ്റോക്സ് ലോ എഴുതാൻ നമ്മൾ പഠിച്ചു വെക്കുക. ദെൻ ഇതുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ച മറ്റൊരു കൺസെപ്റ്റ് ആയിരുന്നു ടെർമിനൽ വെലോസിറ്റി. അല്ലേ? ഒരു ഫ്ലൂയിഡിലൂടെ ഒരു ബോഡി ഫോൾ ചെയ്യുമ്പോൾ അത് എത്തിച്ചേരാവുന്ന മാക്സിമം വെലോസിറ്റി നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? ടെർമിനൽ വെലോസിറ്റി. അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു മഴത്തുള്ളി താഴേക്ക് ആക്സലറേറ്റ് ചെയ്ത് വന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മഴ കൊള്ളുമ്പോൾ കൂടുതൽ സ്പീഡ് നമുക്ക് ഫീൽ ചെയ്യാത്തത് മഴത്തുള്ളികൾക്ക്. ഓക്കെ, അപ്പോൾ എന്താ കാരണം? എയറിലൂടെ വരുമ്പോൾ അതൊരു മാക്സിമം വെലോസിറ്റി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യുന്നില്ല? ആക്സലറേറ്റ് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ ഫോൾ ചെയ്യുന്ന ഒരു ബോഡിക്ക് വിസ്കോസിറ്റി വഴി കിട്ടുന്ന കോൺസ്റ്റന്റ് വെലോസിറ്റിയെ നമ്മൾ വിളിച്ച പേരാണെന്ത്? ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ദ മാക്സിമം വെലോസിറ്റി ഓഫ് എ ബോഡി ഫോളിംഗ് ത്രൂ എ ഫ്ലൂയിഡ് ഈസ് നോൺ ആസ് ടെർമിനൽ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ടെർമിനൽ വെലോസിറ്റി എങ്ങനെ കാണും? നോക്കൂ, അത് കാണുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു കൺസെപ്റ്റ് എടുത്തിട്ടുണ്ട്. എന്താണ്? ഒരു ബീക്കറിൽ ഒരു ലിക്വിഡ് എടുത്തിട്ടുണ്ട്. എയറിലൂടെ മഴത്തുള്ളി വീഴുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ദെൻ ആ ബോഡിയുടെ മുകളിൽ ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യും, അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടൊക്കെ ആയിരിക്കും നമുക്ക് എക്സാമിന് 1-2 തവണ ചോദിച്ചിട്ടുണ്ട്. ഒരു ഫോൾ ചെയ്യുന്ന ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ ഫോഴ്സ്? ഒന്ന് mg ആണ് അല്ലേ? നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിട്ട് എടുക്കാം. മറ്റൊന്ന് വിസ്കസ് ഫോഴ്സ് ആണ്. താഴേക്കാണ് ബോഡി വീഴുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വിസ്കസ് ഫോഴ്സ് എന്താണ്? അതിന് ഓപ്പോസിറ്റ് മുകളിലേക്കായിരിക്കും. അതുപോലെ ബൊയൻസി ഉണ്ടാവും അല്ലെ? ഫ്ലൂയിഡിൽ മുങ്ങിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്ലൂയിഡിൽ ഒരു ബോഡി ഇരിക്കുമ്പോൾ അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന അപ്വേർഡ് ത്രസ്റ്റിനെ നമ്മൾ ബൊയൻസി എന്ന് വിളിച്ചിരുന്നു. ഇങ്ങനെ 3 ഫോഴ്സുകളാണ് ഒരു ബോഡിയുടെ മുകളിൽ അത് ഒരു ഫ്ലൂയിഡിൽ മുങ്ങിയിരിക്കുമ്പോൾ എക്സേർട്ട് ചെയ്യപ്പെടുക. അതിന്റെ ഡയറക്ഷൻ കൂടി മനസ്സിലാക്കി വെക്കുക. ഇവിടെ നമ്മൾ 2 ഡെൻസിറ്റി കാണിച്ചിട്ടുണ്ട്. ഒന്ന് ആ ബോഡിയുടെ ഡെൻസിറ്റി റോ എന്നും ഈ ഫ്ലൂയിഡിന്റെ അല്ലെങ്കിൽ നമ്മൾ അടുത്ത ലിക്വിഡിന്റെ ഡെൻസിറ്റി ആയിട്ട് സിഗ്മ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കണ്ടീഷൻ എഴുതാൻ പറ്റും. ഇതിങ്ങനെ വെലോസിറ്റി കൂടി വന്ന് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി ആയി മാറും നമുക്കറിയാം. അതിന്റെ പ്രോസസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇപ്പൊ തൽക്കാലം അതിലേക്ക് പോകണ്ട. ദെൻ ആ കോൺസ്റ്റന്റ് വെലോസിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെലോസിറ്റി കൂടുന്നില്ല എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് എന്തായി? 0 ആയി അല്ലേ? ഒരു ബോഡി യൂണിഫോം മോഷനിലാവും എപ്പോഴാണ്? നെറ്റ് ഫോഴ്സ് 0 ആകുമ്പോഴാണ്. അപ്പോൾ അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ്. അതാണ് നമ്മൾ കണ്ടീഷൻ നമ്മൾ ഫസ്റ്റ് എഴുതിയത്. അപ്വേർഡ് ഫോഴ്സ് ഏതൊക്കെ?
viscous force plus buoyant force that is equal to downward force gravitational force. Then just substitute ചെയ്ത് നമുക്ക് റീഅറേഞ്ച് ചെയ്താൽ ആൻസറിലേക്ക് വരാം. നമുക്കറിയാം വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ 6 pi eta AV. then buoyant force എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ മുങ്ങിയ ബോഡിയുടെ സ്ഥലത്ത് നിന്നും ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട ലിക്വിഡിന്റെ വെയിറ്റ് ആണ് നമ്മൾ buoyant force ആയിട്ട് എടുക്കാറ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബോഡി ഡിസ്പ്ലേസ് ചെയ്യിച്ചിട്ടുള്ള ആ ഫ്ലൂയിഡിന്റെ വെയിറ്റ് എങ്ങനെ കാണാം? ആ ഫ്ലൂയിഡിന്റെ മാസ് ഇൻറ്റു ജി ആയിരിക്കും അല്ലെ, mg ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഫ്ലൂയിഡിന്റെ മാസ് എന്ന് പറയുന്നത് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആയിരിക്കും. ഡെൻസിറ്റി ഏതിന്റെ എടുക്കണം നമുക്ക്? ഇവിടെ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ആണ്. അപ്പോൾ സിഗ്മ എടുക്കണം. എത്ര സ്ഥലത്തുള്ള ഫ്ലൂയിഡ് ഇവിടുന്ന് മാറിപ്പോയിട്ടുണ്ട്? ആ ബോഡിയുടെ വോള്യത്തിന് ഇക്വലന്റ് ആയിട്ടുള്ള. അപ്പോൾ ബോഡിന്റെ വോള്യത്തെ നമ്മൾ എന്ത് ചെയ്യുക? ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ള ലിക്വിഡിന്റെ വെയിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എഴുതാൻ സാധിക്കും. നമുക്കറിയാം ഈ ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ മാസ് ഇൻറ്റു ജി ആണ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മാസ് എന്ന് പറയുമ്പോൾ എടുക്കേണ്ടത് ആ ബോഡിയുടെ മാസ് ആയതുകൊണ്ട് ബോഡിയുടെ എന്തെടുക്കണം? ഡെൻസിറ്റി എടുക്കണം. ദാറ്റ് 4/3 pi a cube ഇൻറ്റു റോ നമ്മൾ കൺസിഡർ ചെയ്തു. ദെൻ 6 pi eta AV ഇവിടെ നിർത്തി, ബാക്കി ആ സൈഡിലേക്ക് കൊണ്ടുപോയാൽ നമുക്ക് 4/3 pi a cube ഇൻറ്റു ജി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ദെൻ നമുക്ക് എന്ത് വരാം? റോ മൈനസ് സിഗ്മ വരാം. ദെൻ നമുക്കിവിടെ പൈ ക്യാൻസൽ ചെയ്യാം. അതുപോലെ ഇവിടെ നമുക്ക് ഒരു റീഅറേഞ്ച്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി 6 അങ്ങോട്ട് പോകുമ്പോൾ 4/18 ആണ് വരിക. 4/18 നമുക്ക് എന്ത് എഴുതാം? 2/9 എന്ന് എഴുതാം. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് അങ്ങനെ നമുക്ക് എന്ത് ഡിറൈവ് ചെയ്യാൻ സാധിച്ചു? ടെർമിനൽ വെലോസിറ്റി ഓഫ് എ ഫോളിംഗ് ബോഡി ത്രൂ എ ഫ്ലൂയിഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൂവ് ചെയ്യാൻ സാധിച്ചു. എന്താ ഇക്വേഷൻ കിട്ടിയത്? 2/9 ഇൻറ്റു a square g ഇൻറ്റു റോ മൈനസ് സിഗ്മ ബൈ ഈറ്റ. ക്ലിയർ ആണല്ലോ? അപ്പൊ അത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്, ഡെറിവേഷൻ എഴുതി പഠിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1-2 തവണ എഴുതി അത് പഠിച്ചെന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോവുക. അപ്പൊ ഇതാണ് നമുക്ക് വിസ്കോസിറ്റിയുമായി റിലേറ്റ് ചെയ്തിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ. നോക്കൂ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു പ്രോപ്പർട്ടിയാണ്. ദാറ്റ് ഇസ് വാട്ട്സ് കോൾഡ് സർഫസ് ടെൻഷൻ അല്ലെ, പ്രതല ബലം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ള സർഫസ് ടെൻഷൻ. നമുക്കറിയാം ഒരു ലിക്വിഡ് സർഫസിന്റെ മുകളിലുള്ള മോളിക്യൂൾസിന്റെ പ്രത്യേകത അല്ലെ, ആ മോളിക്യൂൾസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സൈഡിലും താഴെ ഭാഗത്തും മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ചുറ്റുഭാഗത്തും മോളിക്യൂൾസ് ഉള്ളൂ. മുകളിലുള്ള മോളിക്യൂൾസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു എക്സസ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന ഒരു എഫക്റ്റ് ആണ് എന്ത്? സർഫസ് ടെൻഷൻ. ക്ലിയർ? ദെൻ യൂണിറ്റ് ലെങ്ത്തിലുള്ള ആ ഫോഴ്സിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? സർഫസ് ടെൻഷൻ. ക്ലിയർ ആണല്ലോ? അതാണ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്നുള്ള രീതിയിൽ നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താ സർഫസ് ടെൻഷൻ? ദ ടാൻജൻഷ്യൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഓൺ ദ സർഫസ് ഓഫ് എ ലിക്വിഡ് ഈസ് നോൺ ആസ് സർഫസ് ടെൻഷൻ. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് തന്നെ സർഫസ് ടെൻഷന്റെ യൂണിറ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. എന്താ കാരണം? ഫോഴ്സ് അല്ല, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അങ്ങനെയെങ്കിൽ യൂണിറ്റ് എന്തായിരിക്കും? ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും. അതുപോലെ സർഫസ് ടെൻഷൻ എന്ന് കേൾക്കുമ്പോൾ നേരിട്ട് നമ്മൾ ഫോഴ്സ് ആണ് തെറ്റിദ്ധരിക്കേണ്ടത്. അത് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. അതുകൊണ്ട് ഡയമെൻഷൻ എന്തായിരിക്കും? m(t⁻²) ആയിരിക്കും. L ക്യാൻസൽ ചെയ്യപ്പെടുന്നു. മനസ്സിലാക്കി വെക്കുക, അതൊന്ന് ഓർക്കുക. ദെൻ ഒരു സർഫസ് ടെൻഷൻ ആ സർഫസിനെ ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ചില ഇൻസെക്ട്സ് ഒക്കെ വാട്ടർ സർഫസിലോട്ടൊക്കെ നടന്നു പോകുന്നു. എന്തുകൊണ്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ദാറ്റ് ഈസ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ. ഡ്യൂ ടു സർഫസ് ടെൻഷൻ ദ സർഫസ് ഓഫ് ദ ലിക്വിഡ് ആക്ട്സ് ആസ് എ സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ. ക്ലിയർ? ഈ രീതിയിൽ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. സർഫസ് ടെൻഷൻ അതിനെ എന്ത് ചെയ്യും? സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയാറ് എന്താണ്? ഒരു ഡ്രോപ്പും ബബിളൊക്കെ എന്താണ്? സ്പെറിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യാൻ കാരണം എന്താണ്? ആ മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അതിന്റെ സർഫസ് ഏരിയ കുറക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡ്രോപ്സും ബബിൾസ് എല്ലാം സ്പെറിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യാൻ കാരണമായിട്ട് പറയുന്നത് എന്താണ്? സർഫസ് ടെൻഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഡ്യൂ ടു സർഫസ് ടെൻഷൻ ദ സർഫസ് ഓൾവേസ് ട്രൈസ് ടു മിനിമൈസ് ഇറ്റ്സ് സർഫസ് ഏരിയ ആൻഡ് therefore the bubbles and drops attains spherical shape. അങ്ങനെയുള്ള ഒരു കാര്യം കൂടി നമുക്ക് അതിനുമായി റിലേറ്റ് ചെയ്ത് പറയാൻ സാധിക്കും. ഓക്കെ, ദെൻ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം എടുത്താൽ കുറച്ചുകൂടി വെള്ളം എടുത്താലും ഇങ്ങനെ പൊങ്ങി നിൽക്കും വെള്ളം അല്ലേ. അപ്പോൾ അതിനൊക്കെ കാരണം എന്താണ്? ഇതൊരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യുന്നത് നമുക്കറിയാം. ദെൻ മറ്റൊരു കൺസെപ്റ്റ് ആണെന്ത്?
ഓയിൽ ആൻഡ് വാട്ടർ ഡു നോട്ട് മിക്സ് എന്ന് പറയുന്നത്, ഓയിലും വാട്ടറും തമ്മിൽ നമ്മൾ പരസ്പരം അല്ലെ ഒരു പാത്രത്തിൽ ഒഴിച്ചാലും മിക്സ് ചെയ്യുന്നില്ല. കാരണം അവയുടെ സർഫസ് ടെൻഷൻ കൊണ്ടാണ് അത് വേറിട്ട് നിൽക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ കാരണം നമ്മൾ എന്താ എഴുതേണ്ടത്? സർഫസ് ടെൻഷൻ ആണ്. സർഫസ് ടെൻഷന്റെ ചില ഫീച്ചേഴ്സ് വെച്ച് ഓരോന്നും ഐഡന്റിഫൈ ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. ഒന്നെന്താണ്? ഡ്യൂ ടു സർഫസ് ടെൻഷൻ ദ സർഫസ് ആക്ട്സ് ആസ് എ സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ. ഡ്യൂ ടു സർഫസ് ടെൻഷൻ സർഫസ് ഓൾവേസ് ട്രൈ ടു മിനിമൈസ് ഇറ്റ് സർഫസ് ഏരിയ. ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോന്നിനെയും ഐഡന്റിഫൈ ചെയ്ത് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ അതുപോലെ കാപ്പിലാരിറ്റി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് നമുക്കറിയാം. ദെൻ കാപ്പിലാരിറ്റി എന്ന് പറയുന്ന പ്രോസസ്സിനും കാരണം നമ്മൾ പറയുന്നത് എന്ത് തന്നെയാണ്? സർഫസ് ടെൻഷൻ. അപ്പോൾ കാപ്പിലാരിറ്റിയുടെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്? സർഫസ് ടെൻഷൻ ആണ്. നമുക്കറിയാം ചെറിയ നോസിലൂടെ ലിക്വിഡ് മുകളിലേക്ക് കയറി വരുന്ന പ്രോസസ്സാണ് എന്ത്? കാപ്പിലാരിറ്റി. നമ്മൾ അടുത്ത സെഷനിൽ എടുക്കാൻ പോകുന്നുണ്ട്. ദെൻ സർഫസ് ടെൻഷൻ ആൻഡ് സർഫസ് എനർജി. നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ കൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. എന്താ സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ? നോക്കൂ, ആ സർഫസിലെ മോളിക്യൂൾസിന്റെ പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സർഫസ് എനർജി. പക്ഷേ ടോട്ടൽ എനർജി അല്ല നമ്മൾ സർഫസ് എനർജി എന്ന് വിളിക്കുന്നത്. പിന്നെയോ യൂണിറ്റ് ഏരിയയിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ വിളിച്ച പേരാണെന്ത്? സർഫസ് എനർജി. അപ്പോൾ സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എനർജി പെർ യൂണിറ്റ് ഏരിയ ആണ്. വർക്ക് ഡൺ ബൈ സർഫസ് ഏരിയ നമ്മൾ എഴുതിയിട്ടുള്ളത്. യൂണിറ്റ് ഏരിയയിൽ ഡെവലപ്പ് ചെയ്യുന്ന എനർജിയെ നമ്മൾ വിളിച്ച പേരാണെന്ത്? സർഫസ് എനർജി. ദെൻ നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് സർഫസ് എനർജി ഈസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ എന്നാണ്. ഇത് എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് സർഫസ് എനർജി ഈക്വൽ ടു സർഫസ് ടെൻഷൻ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ദ ടാൻജൻഷ്യൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ദെൻ സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ എനർജി ഓർ വർക്ക് പെർ യൂണിറ്റ് ഏരിയ ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫ്രെയിം ഇവിടെ എടുത്തിട്ടുണ്ട്. ആ ഫ്രെയിമിന്റെ ഒരു ഭാഗം മൂവബിൾ ആണ്. അതിൽ നമ്മൾ സോപ്പ് ലായനിയിലോ എന്തെങ്കിലും മുക്കിയിട്ട് അവിടെ ഒരു ഫിലിം ഫോം ചെയ്തിട്ടുണ്ട്. ഒരു ലിക്വിഡിന്റെ ഫിലിം ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഫോഴ്സ് കൊടുത്ത് ഡിസ്പ്ലേസ് ചെയ്യിച്ചു. എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി? ബി ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ഈ മൂവ് ചെയ്യുന്ന ആമിന്റെ എ ബി എന്ന് പറയുന്ന ലെങ്ത് എത്രയാണ്? എൽ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യിക്കാൻ ഒരു വർക്ക് ചെയ്യണം. കാരണം അവിടെ നമ്മൾ സർഫസ് ടെൻഷൻ അഗൈൻസ്റ്റ് ആയിട്ട് ഒരു വർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ വർക്ക് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ടാൻജൻഷ്യൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ദാറ്റ് ഇസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നോക്കൂ, സർഫസ് ടെൻഷൻ അഗൈൻസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് സർഫസ് ടെൻഷൻ അറിയാം. എസ് ഇസ് ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് പെർ ലെങ്ത് ആണ് അല്ലേ? നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ ടാൻജൻഷ്യൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണെന്ന്. നോക്കൂ, ഇതൊരു ഫ്രെയിം ആയതുകൊണ്ട് തന്നെ ആ ഫിലിമിന് ഒരു ലോവർ സർഫസും ഉണ്ട്, ഒരു അപ്പർ സർഫസും ഉണ്ട്. അങ്ങനെയാണ് ഈ എൽ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിൽ ലെങ്ത് എടുക്കുന്നതുകൊണ്ട് നമ്മൾ 2L എന്നാണ് എടുക്കുക. അതുകൊണ്ട് തന്നെ S is equal to the tangential force അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ ഈക്വൽ ടു നമ്മൾ എങ്ങനെ എടുക്കണം? the tangential force per the length. The length is 2L, then S is equal to F by 2L. Okay, ഇതിൽ നമുക്ക് F ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore tangential force F is equal എന്താണ്? S into 2L. അതാണ് നമ്മൾ F ന് പകരം അവിടെ S into 2L എന്ന് കൊടുത്തത്. B എന്താണ്? നമ്മൾ ഡിസ്പ്ലേസ് ചെയ്ത ദൂരം, അതാണ് നമ്മൾ B ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. നമ്മൾ S നെ അവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ ഈ ഭാഗത്ത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ W by 2 into L into B കിട്ടിയില്ലേ? എന്താ L into B എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ നമ്മൾ ഇങ്ങോട്ട് നീക്കിയപ്പോൾ ഇൻക്രീസ് ചെയ്ത ഏരിയയാണെന്ത്? L into B. നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഫിലിം ആയതുകൊണ്ട് ലോവർ സർഫസ് ഏരിയ ഉണ്ടാവും, അപ്പർ സർഫസ് ഏരിയ ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ എത്ര? L into B മുകളിലുണ്ടാവും, L into B താഴെ ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാ? 2 into L into B ആണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ? വർക്ക് ഡൺ ബൈ ടോട്ടൽ ഏരിയ ആണ്. നോക്കൂ, വർക്ക് ഡൺ ബൈ ഏരിയ എന്താണ്? സർഫസ് എനർജിയാണ്. അങ്ങനെയാണെങ്കിൽ LHS എന്താണ് നമുക്ക് മനസ്സിലാക്കാം? സർഫസ് എനർജിയാണ്. അപ്പോൾ സർഫസ് എനർജി ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ബാക്കിയായ ക്വാണ്ടിറ്റി ഏതായിരുന്നു? സർഫസ് ടെൻഷൻ. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഒരു സർഫസിലെ സർഫസ് എനർജിയും സർഫസ് ടെൻഷനും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ വിസ്കോസിറ്റി പഠിച്ച പോലെ സർഫസ് ടെൻഷനുമായി റിലേറ്റ് ചെയ്തു വരുന്ന ടേംസും ചെറിയൊരു ഡെറിവേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഓരോന്നും പോയിന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ആപ്ലിക്കേഷൻസ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതെങ്ങനെ റിലേറ്റ് ചെയ്ത് എഴുതാന്ന് പറഞ്ഞു. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്തു പോവുക. നോക്കൂ, ഇനി നമ്മൾ പഠിച്ചിരുന്നത് പുതിയൊരു ടേം ആയിരുന്നു. ഏതായിരുന്നു? ആംഗിൾ ഓഫ് കോണ്ടാക്ട് അല്ലേ? ഒരു ലിക്വിഡും സോൾഡും തമ്മിൽ കോണ്ടാക്ട് ഇരിക്കുന്ന സ്ഥലത്ത് വരക്കുന്ന ടാൻജന്റ് ആ സോളിഡ് സർഫസുമായിട്ട് ലിക്വിഡിന്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ക്ലിയർ ആണല്ലോ? ഞാൻ 4 പിക്ചർ വരച്ചിട്ടുണ്ട്. നമ്മളൊരു ബീക്കറിൽ ഒരു ലിക്വിഡ് എടുത്തിരിക്കുകയാണ്. ചില ലിക്വിഡ് ഇതാ ഇങ്ങനെ നിൽക്കൂല്ലേ, ചിലർക്ക് താഴേക്ക് ഇങ്ങനെ കർവ്ഡ് ആയിരിക്കും. ദെൻ അതുപോലെ നമ്മളൊരു സർഫസിൽ എടുക്കുമ്പോൾ ഓയിലൊക്കെ ഈ രീതിയിലാണ് നിൽക്കുക, വെള്ളം നിൽക്കുന്നത് ഈ രീതിയിലായിരിക്കും. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. നോക്കൂ, ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ആ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന സർഫസിന് ടാൻജന്റ് വരച്ച് ആ ടാൻജന്റും ഈ സർഫസും തമ്മിൽ
ലിക്വിഡിന്റെ ഉള്ളിൽ വരുന്ന ആംഗിൾ ആണ്. ഇവിടെ ലിക്വിഡിന്റെ ഉള്ളിൽ എല്ലാം നമ്മൾ എടുത്തത് ലിക്വിഡിന്റെ ഉള്ളിലുള്ള ആംഗിൾ ആണ് അല്ലേ, അതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. അപ്പൊ ഡെഫിനേഷൻ പഠിച്ചു വെച്ചോളാം. എന്താണ്? ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജന്റ് ഡ്രോൺ ടു ദ ലിക്വിഡ് സർഫസ് ആൻഡ് ദ സോളിഡ് സർഫസ് ഇൻസൈഡ് ദ ലിക്വിഡ് ഈസ് നോൺ ആസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് അല്ലേ. ആ ലിക്വിഡ് സർഫസിന് വരച്ച ടാൻജന്റും സോളിഡ് സർഫസും തമ്മിൽ ആ ലിക്വിഡിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ക്ലിയർ? ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഒബ്റ്റ്യൂസ് ആണ്, 90 കൂടുതലായിരിക്കും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അത് അക്യൂട്ട് ആയിരിക്കും അല്ലേ, ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴുള്ള ചില ഫീച്ചേഴ്സ് കൂടിയാണ് ഇതിന് കൂടെ ചേർത്തിട്ടുള്ളത്. നോക്കൂ, ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഒബ്റ്റ്യൂസ് ആണെങ്കിൽ ആ ലിക്വിഡ് ആ സർഫസിന് എന്ത് ചെയ്യില്ല, നനക്കില്ല നമ്മൾ മനസ്സിലാക്കുക. ദാറ്റ് മീൻസ് ദാറ്റ് ഡു നോട്ട് wet the surface, otherwise they wet the surface. Clear? അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓയിലൊക്കെ നമ്മൾ ഒരു സർഫസിലായി കഴിഞ്ഞാൽ അത് മിക്സ് ആവില്ല അല്ലെ, അത് വെറ്റ് ചെയ്യപ്പെടുന്നില്ല. എന്നാൽ വെള്ളമാണ് നമ്മൾ ഒരു ടേബിളിന്റെ പുറത്ത് എവിടെയെങ്കിലും ആയെങ്കിൽ അത് എന്ത് ചെയ്യും? അത് പരന്നു പോകില്ലേ, അത് വെറ്റ് ചെയ്യുന്ന അർത്ഥം. കാരണം അവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് അക്യൂട്ട് ആണ്. ഓയിലിന്റെ കേസിൽ എന്താണ്? ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഒബ്റ്റ്യൂസ് ആണ്. ഈ രീതിയിൽ നമുക്ക് അതിനെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന 2 കേസുകളാണ്. ഒന്ന് വാട്ടർ പ്രൂഫിംഗ് ഏജൻസ് അല്ലേ. അപ്പോൾ വാട്ടർ പ്രൂഫിംഗ് ഏജൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? ശരിക്കും ആംഗിൾ ഓഫ് കോണ്ടാക്ട് കൂടുകയാണ് ചെയ്യുന്നത്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് കൂട്ടാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാൻ നമുക്കത് വാട്ടർ നനയുന്നതിന് നമുക്ക് ഒപ്പോസ് ചെയ്യാൻ സാധിക്കും എന്നർത്ഥം. എന്നാൽ ഡിറ്റർജൻസ് ആഡ് ചെയ്യാണ് ഒരു വെള്ളത്തിലേക്കോ അല്ലെങ്കിൽ നമുക്ക് അതിന് ഡിറ്റർജൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡിറ്റർജൻസിന്റെ ഫംഗ്ഷൻ എന്താണ്? ആംഗിൾ ഓഫ് കോണ്ടാക്ട് കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് കുറയുന്തോറും അതെന്താവും? വെറ്റി ലിക്വിഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തരം തിരിച്ച് എഴുതാവുന്ന കൺസെപ്റ്റ് ആണ്. ഈ രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ചാൽ അത് കുറച്ചുകൂടി ഈസി ആവുമെന്ന് തോന്നുന്നു. ദെൻ മറ്റൊന്നാണ് എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ഡ്രോപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. നമുക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ലിക്വിഡ് ഡ്രോപ്പിനുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന എക്സസ് പ്രഷർ എത്രയായിരിക്കും? ഓക്കെ, അതുപോലെ ഒരു ബബിൾ ഫോം ചെയ്യുമ്പോൾ അതിനുള്ളിലുള്ള എക്സസ് പ്രഷർ എത്രയായിരിക്കും? ഓക്കെ, ഒരു ഡ്രോപ്പോ അല്ലെങ്കിൽ ബബിളോ ഫോം ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള പ്രഷർ പുറത്തെ പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതാണ് എക്സസ് പ്രഷർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഉള്ളിലുള്ള പ്രഷർ കൊണ്ട് ചെറുതായിട്ട് അതൊന്ന് എക്സ്പാൻഡ് ചെയ്തതായിട്ട് നമ്മൾ കണക്കാക്കുക. ആദ്യം റേഡിയസ് എത്രയായിരുന്നു? 6 ആയിരുന്നു. അത് എത്രയായി മാറി? R+Δr ആയി. എന്തുകൊണ്ട്? ആ ഇന്റേണൽ പ്രഷർ കൊണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ΔP = എന്ത് എഴുതാം? ദ ഡിഫറൻസ് ഇൻ പ്രഷർ ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻസൈഡ് മൈനസ് പ്രഷർ ഔട്ട്സൈഡ്. ദെൻ നമ്മൾ അതിനെ വർക്ക് ഡണ്ണുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ പുറത്തേക്ക് വന്നല്ലോ. അപ്പോൾ അവിടെ ഒരു വർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ വർക്ക് എത്രയാണ്? വർക്ക് ഇസ് ഈക്വൽ ടു നോക്കൂ, ചേഞ്ച് ഇൻ പ്രഷർ ഇൻറ്റു ഏരിയ. പ്രഷർ ഇൻറ്റു ഏരിയ ഫോഴ്സ് ആണ് നമുക്കറിയാം അല്ലെ. പ്രഷർ ഇൻറ്റു ഏരിയ ഫോഴ്സ് ആണ്. ദെൻ ഫോഴ്സിനെ ഡിസ്പ്ലേസ്മെന്റോട് ഗുണിച്ചാൽ വർക്ക് കിട്ടും അല്ലെ. അപ്പൊ നോക്കൂ, അപ്പൊ നമുക്ക് വർക്ക് ഡൺ കാണാൻ എന്ത് ചെയ്താൽ മതി? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ കൊടുത്തിട്ടുള്ള ഫോഴ്സ് എവിടുന്ന് കിട്ടിയതാ? എക്സസ് പ്രഷർ കൊണ്ട് കിട്ടിയ ഫോഴ്സ് ആണ്. അപ്പൊ നമ്മൾ ആ എക്സസ് പ്രഷറിനെ ഏരിയ കൊണ്ട് ഗുണിച്ചുകൊണ്ട് ആ പ്രഷർ നമ്മൾ എടുത്തു. ആ പ്രഷറിനെ ഇവിടെ ഇൻക്രീസ് ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? R+Δr. Δr ആണ് അവിടെ കൂടിയത്. അതുകൊണ്ട് ആ ഡിസ്പ്ലേസ്മെന്റ് Δr ആയിട്ട് എടുത്തു. മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് മീൻസ് പ്രഷർ ഇൻറ്റു ഏരിയ. അത് ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് പഠിക്കട്ടെ. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് സർഫസ് ടെൻഷനെ കൊണ്ടുവരികയാണ്. അപ്പം സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണത്? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. നമ്മൾ പഠിച്ചു സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണത്? സർഫസ് എനർജിക്ക് ഈക്വൽ ആണ്. എന്താ സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ? വർക്ക് ബൈ ഏരിയ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, സർഫസ് എനർജിയെ ഏരിയ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വർക്ക് ഡൺ കിട്ടും. അതുപോലെ നമുക്ക് സർഫസ് ടെൻഷനെയും ഏരിയ കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? നമുക്ക് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു സർഫസ് ടെൻഷൻ ഈക്വൽ ടു എന്താണ്? സർഫസ് എനർജി ആണെന്ന്. അതാണ് ഇവിടെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ അല്ലെ. ഏരിയ എത്രയാ മാറിയത്? സർഫസ് ടെൻഷൻ ഇൻറ്റു ഫൈനൽ ഏരിയ എത്രയാ? 4πr². ആറിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? ഫൈനൽ റേഡിയസ് ആയ R+r. ദെൻ ഇനീഷ്യൽ ഏരിയ എന്നുള്ള രീതിയിൽ പഴയ റേഡിയസ് കൊടുത്തു 4πr². ദെൻ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ആണ്. 4π ഇൻറ്റു a+b² വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ദെൻ അപ്പുറത്ത് 4πr² ഉണ്ട്. നോക്കൂ, ഇതില് 4πr² ഈ 4πr² എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്യപ്പെട്ടു. ദെൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, ഇവിടെ നമുക്ക് Δr² അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. Δr എന്ന് പറഞ്ഞാൽ വെരി വെരി സ്മോൾ ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ അതിന് വീണ്ടും വാല്യൂ കുറയാ ചെയ്യാൻ നമുക്കറിയാം. അപ്പോൾ നമ്മൾ സാധാരണ എടുക്കാറുള്ള പോലെ അതിനെ നെഗ്ലക്ട് ചെയ്തു. ബാക്കി വരുന്ന ടേം നോക്കൂ, s ഇൻറ്റു ഇവിടെ 4π ഇൻറ്റു
2r into delta r. അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? s into 8pi into r into delta r. അങ്ങനെ വർക്ക് ഡണ്ണിന് പുതിയൊരു ഇക്വേഷൻ കൂടി കിട്ടി. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഈ 1ഉം 2 നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇക്വേറ്റ് ചെയ്തു. 1ന്റെ ആൻസർ എന്തായിരുന്നു? ഡെൽറ്റ പി ഇൻറ്റു 4πr² ഇൻറ്റു ഡെൽറ്റ ആർ നമ്മൾ ഇവിടെ കൊടുത്തു. ഇവിടെ കിട്ടിയ ആൻസർ s into 8pi r into delta r നമ്മൾ RHS-നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കാണാം? എക്സസ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാം. എക്സസ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസൈഡ് പ്രഷർ മൈനസ് ഔട്ട്സൈഡ് പ്രഷർ ആയിരുന്നു. അപ്പോൾ പി ഐ മൈനസ് പി ഔട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാൻസൽ ചെയ്യപ്പെട്ടാൽ ബാക്കി ആൻസർ എത്ര ആയിരിക്കും? 2s/r ആയിരിക്കും. ഇങ്ങനെ നമുക്ക് എക്സസ് പ്രഷർ ഇൻസൈഡ് ലിക്വിഡ് ഡ്രോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാം. ആൻസർ എത്ര കിട്ടി? 2s/r. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലിക്വിഡ് ഡ്രോപ്പിന് റേഡിയസ് കുറയും തോറും എന്തായിരിക്കും? എക്സസ് പ്രഷർ കൂടി വരിക ചെയ്യുക. അപ്പോൾ 2 ഡ്രോപ്പ് തന്നു, രണ്ടും ഒരേ മെറ്റീരിയൽ ആണെങ്കിൽ റേഡിയസ് കുറഞ്ഞ ഡ്രോപ്പിനുള്ളിലാണ് എന്ത് കൂടുതലുണ്ടാവുക? പ്രഷർ കൂടുതലുണ്ടാവുക മനസ്സിലാക്കുക. ഇതുപോലെ നമ്മൾ എക്സസ് പ്രഷർ ഇൻസൈഡ് ബബിൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് ഈ ഡെറിവേഷൻ ചെയ്ത് ഒരു ബബിൾ ആകുമ്പോൾ അവിടെ 2 സർഫസ് ഉണ്ട് നമുക്കറിയാം. നമ്മൾ പഠിച്ചാണ് ഒരു ഔട്ടർ സർഫസും ഉണ്ടാവും, ഒരു ഇന്നർ സർഫസും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 സർഫസ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ 2s-ന് പകരം 2 into 2s വരും. ദാറ്റ് മീൻസ് 4s/r. ആ കേസിൽ നമുക്ക് എഴുതാം ഡെൽറ്റ പി ഈക്വൽ ടു എന്തായിരിക്കും? 4s/r. ഓക്കെ, അപ്പം ഡ്രോപ്പ് ആണെങ്കിൽ 2s/r, ബബിൾ ആണെങ്കിൽ എന്തായിരിക്കും? 4s/r. അപ്പൊ ഈ ഡെറിവേഷനിൽ തന്നെ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ദ ബബിൾ കൺസിസ്റ്റ് ഓഫ് 2 സർഫസസ്, ഹെൻസ് ദ എക്സസ് പ്രഷർ ഈസ് ഈക്വൽ ടു 4s/r എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെയും ഡെറിവേഷൻ ആയി. ഓക്കെ, അപ്പൊ നമുക്ക് പലപ്പോഴും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് 2 ബബിൾ അല്ലേ, ഒന്നിന് റേഡിയസ് കുറവ്, ഒന്ന് റേഡിയസ് കൂടുതൽ. അപ്പോൾ ഏതിനായിരിക്കും പ്രഷർ കൂടുതൽ? റേഡിയസ് കുറഞ്ഞതിലായിരിക്കും പ്രഷർ കൂടുതൽ. അപ്പോൾ ബബിൾ ആയാലും ഡ്രോപ്പ് ആയാലും റേഡിയസ് കൂടി വരുന്തോറും പ്രഷർ കുറഞ്ഞു വരിക ചെയ്യല്ലേ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഒരു എയർ ബബിള് അപ്പം വാട്ടറിന്റെ അടിയിൽ നിന്ന് പൊങ്ങി പൊങ്ങി വരുമ്പോൾ അതിന്റെ റേഡിയസ് കൂടി കൂടി വരുന്നതായിട്ട് കാണാം. കാരണം എന്താണ്? മുകളിലേക്ക് പൊങ്ങും തോറും അവിടെ പുറത്തുള്ള പ്രഷർ കുറഞ്ഞു വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഉള്ളിലുള്ള പ്രഷർ കൊണ്ട് എക്സ്പാൻഡ് ചെയ്തു വരും. എന്തിനു വേണ്ടിയിട്ട്? ഉള്ളിലെ പ്രഷർ കുറക്കാൻ. കാരണം റേഡിയസ് കൂടുന്തോറും എന്ത് കുറഞ്ഞു വരും? ഉള്ളിലെ പ്രഷർ കുറഞ്ഞു വരും. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മൾ പഠിച്ച ആംഗിൾ ഓഫ് കോണ്ടാക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചില കൺസെപ്റ്റ്സും അതുപോലെ എക്സസ് പ്രഷർ ഇൻസൈഡ് ഡ്രോപ്പ് ആൻഡ് ബബിൾ. നോക്കൂ, ഇനി നമുക്ക് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റ് ആണ് കാപ്പിലാരിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് അറിയുന്ന ഒരു പ്രോസസ്സാണ്. എന്താണ്? ദ റൈസിംഗ് ഓഫ് ലിക്വിഡ് അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ത്രൂ സ്മോൾ നോസിൽസ്. ക്ലിയർ? ദാറ്റ് ഫിനോമിനൻ ഈസ് കോൾഡ് കാപ്പിലാരിറ്റി. നമുക്കറിയാം. അപ്പോൾ അതിന് ഒരുപാട് എക്സാമ്പിളുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? മണ്ണെണ്ണ വിളക്കിൽ പിന്നെ കെറസിൻ മുകളിലേക്ക് പൊങ്ങുന്നത്, അതേപോലെ നമ്മൾ ഡ്രസ്സുകളിലൂടെയൊക്കെ വെള്ളം എവിടെയും നനഞ്ഞിട്ടുണ്ട് അത് കയറി കയറി വരുന്നത്. ഇത്തരം ഒരുപാട് എക്സാമ്പിളുകൾ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചുകൊണ്ട് വരുന്നതാണ്. എന്തായാലും നമ്മളിവിടെ നമുക്ക് ചോദിക്കാവുന്ന ഷോർട്ട് ആൻസേഴ്സ് എന്ന രീതിയിൽ പഠിച്ചു വെക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ കാപ്പിലാരിറ്റി എന്താണെന്ന് തന്നെയാണ്. എന്താണ്? ദ റൈസിംഗ് ഓഫ് ലിക്വിഡ് അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ത്രൂ സ്മോൾ നോസിൽസ്. Then process is known as capillarity. Then capillarity നമുക്ക് capillary റൈസും capillary fall ആയിട്ട് നമ്മൾ കാണാറുണ്ട് അല്ലേ? എങ്ങനെയാണത്? ചില ലിക്വിഡ് എന്തായിരിക്കും? അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. നമ്മൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് പഠിച്ചു, അവിടെ 2 തരത്തിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കി വെക്കുക, അക്യൂട്ട് ആംഗിൾ ആണ് ഒരു ലിക്വിഡ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ ലിക്വിഡിന് എന്താവുന്നത് എന്തായിരിക്കും? കാപ്പിലറി റൈസ് ആയിരിക്കും. എന്നാൽ ഒരു സോളിഡുമായിട്ട് ഒരു ലിക്വിഡ് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അത് കാപ്പിലറി ഫോൾ ആണ് ഉണ്ടാക്കുക. നമുക്കറിയാം വാട്ടറൊക്കെ കാപ്പിലറി റൈസ് ഉണ്ടാക്കുക. മെർക്കുറി പോലെയുള്ളതൊക്കെ നമ്മൾ ട്യൂബിൽ എടുത്തു കഴിഞ്ഞാൽ അത് എന്താ ഉണ്ടാവുക? അത് കാപ്പിലറി ഫോൾ ആണ് സംഭവിക്കുക. നമുക്കറിയാം. അത് നമുക്ക് കാപ്പിലറി റൈസിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നതോടുകൂടി ഒന്നുകൂടി ക്ലിയർ ആവും. അപ്പൊ അടുത്ത് നമുക്ക് എക്സ്പ്രഷൻ ഫോർ കാപ്പിലറി റൈസ് ആണ്. കാപ്പിലറി റൈസ് വഴി ഉണ്ടാവുന്ന കാപ്പിലറി റൈസിന്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. അപ്പൊ അത് പഠിച്ചു വെക്കാം. നോക്കൂ, അതിനുവേണ്ടി നമ്മളൊരു ചെറിയ ട്യൂബ് നമ്മൾ ഒരു ബീക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ ലിക്വിഡ് കുറച്ച് പൊങ്ങി നിൽക്കും. നമുക്കത് കാണുന്നതിന് വേണ്ടി എൻലാർജ് ചെയ്ത് വരച്ചതാണ്. ഓക്കെ, അപ്പൊ നമ്മളവിടെ നോക്കൂ, ആംഗിൾ ഓഫ് കോണ്ടാക്ട് എടുത്തിട്ടുണ്ട് അല്ലേ? എത്രയാണ്? തീറ്റ. ഇതിവിടെ അക്യൂട്ട് ആണ്. ദെൻ ഇവിടെ 2 മാർക്കിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് എ ആണ്. എ എന്ന് പറഞ്ഞാൽ ട്യൂബിന്റെ റേഡിയസ് ആണ്. മറ്റൊന്ന് നോക്കൂ, ഒരു കർവ്ഡ് സർഫസ് ആണ്, ഒരു സ്ഫെറിക്കൽ സർഫസ് ആണ് അല്ലേ? ആ സ്ഫെറിക്കൽ സർഫസിന്റെ റേഡിയസ് ആയിട്ടാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? R എന്നുള്ളത്. ഓക്കെ, ഈ ഫിഗറിൽ നിന്നും എയും ആറും തമ്മിലുള്ള ആംഗിളിനെ നമുക്ക് തീറ്റ എന്നെടുക്കാം. ഈ തീറ്റ തന്നെ ആയിരിക്കും അവിടെ വരിക അല്ലേ? നമുക്കറിയാതെ. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഫിഗറിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് എന്ത് എഴുതാം? കോസ് തീറ്റ ഈക്വൽ ടു A/R. ഇതിനുള്ളിൽ വരുന്ന തീറ്റ എടുത്തു കഴിഞ്ഞാൽ കോസ് തീറ്റ ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് A/R. ദെൻ വി ക്യാൻ റൈറ്റ് R ഈക്വൽ ടു A/cos തീറ്റ. ക്ലിയർ? ഇനി നമ്മൾ എക്സസ് പ്രഷറിന്റെ ഇക്വേഷൻ എടുക്കുകയാണ്. എക്സസ് പ്രഷറിന്റെ ഇക്വേഷൻ P in minus
പി ഔട്ട്. കാരണം ഇതൊരു സർഫസ് ആണ്, ആ സർഫസിന്റെ ഒരു ഭാഗത്ത് എയർ ആണ്, ഒരു ഭാഗത്ത് എന്താണ് ലിക്വിഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് എന്താണ് ഒരു സ്പെറിക്കൽ സർഫസ് ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എക്സസ് പ്രഷറിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. അത് ഡ്രോപ്പിന്റെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന കാരണം ഒരു സൈഡ് അല്ലെ ബബിളിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ രണ്ട് സൈഡിലും എയർ വേണം അല്ലെ, അപ്പോഴാണ് നമ്മൾ ബബിൾ യൂസ് ചെയ്യുക. ബബിൾ ആകുമ്പോൾ പുറത്തും എയർ ആയിരിക്കും ഉള്ളിലെ എയർ ആയിരിക്കും നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രോപ്പ് ആണ്. അപ്പോൾ നമ്മൾ ഡ്രോപ്പ് ആയിട്ട് പരിഗണിക്കേണ്ട, അതിനർത്ഥം ആ സ്പെറിക്കൽ സർഫസിന് ഒരു ഭാഗത്ത് എയറോ ഒരു ഭാഗത്ത് എന്താണ് ലിക്വിഡോ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സസ് പ്രഷർ പി ഐ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം 2s/r. ആറിന് പകരം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച a/cos θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ താഴെ a വരും, cos θ മുകളിലേക്ക് വരും. ദെൻ നമുക്ക് ഇവിടെ പി ഐ മൈനസ് പി ഔട്ടിനെ നമുക്ക് എച്ച് റോ ജി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ഉണ്ടായ ഈ എക്സസ് ഹൈറ്റ് എത്രയാണ്? എച്ച് ആണ്. ഈ എച്ച് ഹൈറ്റ് പൊങ്ങി നിൽക്കാൻ കാരണം എന്താണ്? ഈ എക്സസ് പ്രഷറാണ്. നമുക്ക് ആ പ്രഷർ ബാലൻസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ കാപ്പിലറി റൈസിങ് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പി ഐ മൈനസ് പി ഔട്ടിന് പകരം നമുക്ക് എന്ത് എഴുതാം? എച്ച് റോ ജി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then we get h is equal to അല്ലെ rho g താഴേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ 2s cos θ by a into rho g എന്നുള്ള ഇക്വേഷൻസ് ലഭിക്കും. നോക്കൂ, അപ്പോൾ നമുക്ക് കാപ്പിലറി റൈസിന്റെ ആൻസർ കിട്ടി. ഹൈറ്റ് ഓഫ് ദ കാപ്പിലറി കോളം h is equal to 2s cos θ by a rho into g. ഓക്കെ, അപ്പോൾ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് നോക്കൂ. ഒന്ന് സർഫസ് ടെൻഷൻ ആണ്. സർഫസ് ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ഹൈറ്റ് കൂടുന്ന അർത്ഥം. അപ്പോൾ സർഫസ് ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കാപ്പിലറി റൈസ് നമ്മൾ നേരത്തെ പറഞ്ഞു കാപ്പിലറി റൈസിന് കാരണം എന്താണ്? സർഫസ് ടെൻഷൻ ആണെന്ന്. ഓക്കെ, അപ്പോൾ ലിക്വിഡിന്റെ സർഫസ് ടെൻഷൻ കുറഞ്ഞാൽ എന്ത് ചെയ്യും? കാപ്പിലറി റൈസിന്റെ ഹൈറ്റ് കുറയും. മറ്റൊന്ന് ഡെൻസിറ്റി ആണ്, അതുപോലെ ട്യൂബിന്റെ റേഡിയസ് ആണ്. ട്യൂബിന്റെ റേഡിയസ് എത്ര കുറയുന്നോ അത്രയും എന്ത് കൂടും? ഹൈറ്റ് കൂടും. നമുക്കറിയാം. നോക്കൂ, ഡെൻസിറ്റി എത്ര കുറയുന്നോ അത്രയും എന്ത് കൂടും? ആ ഹൈറ്റ് കൂടുമെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം അങ്ങനെ ലിക്വിഡ് വെച്ചോ അല്ലെങ്കിൽ ട്യൂബിന്റെ റേഡിയസ് വെച്ചോ കമ്പാരിസൺ ഒക്കെ ഉണ്ടായാലും ഇത് വെച്ച് നമ്മൾ ആൻസർ ചെയ്യണം. ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് കോസ് തീറ്റയാണ്. നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് തരത്തിലുള്ള ലിക്വിഡ് ഉണ്ട്. അക്യൂട്ട് ആംഗിൾ വരുന്ന ലിക്വിഡ് ഉണ്ട്, ഒബ്റ്റ്യൂസ് ആംഗിൾ വരുന്ന ലിക്വിഡ് ഉണ്ട്. അക്യൂട്ട് ആംഗിൾ ആണ് വരുന്നതെങ്കിൽ കോസ് തീറ്റ വാല്യൂ എന്തായിരിക്കും? ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് എച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അതിനർത്ഥം കാപ്പിലറി റൈസ് ആയിരിക്കും. അതാണ് അക്യൂട്ട് ആംഗിളിൽ ഉണ്ടാക്കുന്ന ലിക്വിഡുകൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞത്? കാപ്പിലറി റൈസ് ഉണ്ടാക്കുന്നു. എന്നാൽ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ ഇവിടെ നമുക്ക് തീറ്റയ്ക്ക് 90 കൂടുതലുള്ള ഒരു ആംഗിൾ ആണ് വരുന്നതെങ്കിൽ നമുക്കറിയാം സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസിന്റെ വാല്യൂ മൈനസ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് വാല്യൂ ആണ് വരിക അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എച്ചിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മൈനസ് ആൻസർ ആണ് കിട്ടുക. മൈനസ് ആൻസർ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് താഴേക്കാണ് പോയിട്ടുള്ളത്, കാപ്പിലറി ഫോൾ ആണ് സംഭവിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ അത് കാപ്പിലറി റൈസ് ഉണ്ടാക്കുന്ന ലിക്വിഡ് ആയിരിക്കും. ദെൻ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? കാപ്പിലറി ഫോൾ ആയിരിക്കും. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇക്വേഷൻ വെച്ച് പ്രൂവ് ചെയ്യാം. ഇക്വേഷൻ എഴുതിയിട്ട് അതിലെ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, ദെൻ ഈ ചാപ്റ്ററിൽ ഏറ്റവും അവസാനമായിട്ട് വരുന്ന കൺസെപ്റ്റ് ആണ് ഡിറ്റർജൻസ് ആൻഡ് സർഫസ് ടെൻഷൻ. എന്താ ഡിറ്റർജന്റ്? നമുക്കറിയാം, ഒരു ലിക്വിഡിന്റെ സർഫസ് ടെൻഷൻ കുറക്കുന്ന മെറ്റീരിയൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിറ്റർജൻസ്. സബ്സ്റ്റൻസസ് which reduces the surface tension of water is known as detergent. Then ഡിറ്റർജന്റുമായി റിലേറ്റ് ചെയ്ത് മറ്റൊന്ന് ചോദിക്കാവുന്നത് ഡിറ്റർജന്റിന്റെ ആക്ഷൻ ആണ്. ആക്ഷൻ ഓഫ് ഡിറ്റർജന്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? അങ്ങനെ ഡിറ്റർജന്റ് ആഡ് ചെയ്യുമ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഡേർട്ട് പാർട്ടിക്കിൾസിന് അതിന് പിക്ക് ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന് ഡേർട്ട് പാർട്ടിക്കിൾസുമായിട്ട് ഈ ഡിറ്റർജൻസിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബോണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഡിറ്റർജൻസ് എന്ന് പറയുമ്പോൾ അത് എന്താണ്? പോയിന്റഡ് എഡ്ജസ് ഉള്ള മോളിക്യൂൾസ് ആണ്. അത്തരം കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ആക്ഷൻ ഓഫ് ഡിറ്റർജന്റ് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എക്സ്പ്ലനേഷൻ എഴുതാതെ നമുക്ക് അത് എഴുതാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ഒരു ക്ലോത്ത്, ആ ക്ലോത്തിന്റെ നമ്മൾ പിന്നെ നൂലുകൾ കാണിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഡോട്ട് ഞാൻ ഇട്ട ഡോട്ട് നമ്മൾ ഡേർട്ട് ആയിട്ട് കാണിക്കുക. അതാണ് ഓയിലി ആയിട്ടുള്ള ഒരു ഡേർട്ട്. അതിന് വാട്ടർ വെച്ച് പിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഡിറ്റർജന്റ് ആഡ് ചെയ്ത വാട്ടർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? അതിനെ പോയി ആര് കവർ ചെയ്യും? ഡിറ്റർജന്റ് പോയി കവർ ചെയ്യും. കാരണം ഡിറ്റർജന്റിന് ഷാർപ്പ് എഡ്ജഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഡിറ്റർജന്റിന് അതിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ആ സിസ്റ്റത്തെയാണ് ആര് പോയി കവർ ചെയ്യുന്നത്? വാട്ടർ മോളിക്യൂൾസ് പോയി കവർ ചെയ്തുകൊണ്ട് അതിനെ പിക്ക് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ പ്രോസസ് ഒന്നെങ്കിൽ അങ്ങനെ എഴുതുക, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു പിക്ചർ വെച്ചുകൊണ്ട് ഇതിൽ ഡേർട്ട്, ഡിറ്റർജന്റ്, വാട്ടർ എന്നുള്ള രീതിയിൽ കാണിച്ചു കൊടുത്താലും നമുക്ക് മാർക്ക് ലഭിക്കും. അപ്പൊ ഇത്രയാണ് ഡിറ്റർജൻസും അതുപോലെ അതിന്റെ
അതിൻ്റെ ആക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ആക്ച്വലി +1 ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഷോർട്ട് ആൻസേഴ്സും ഡെറിവേഷൻസും ആപ്ലിക്കേഷൻസും പ്രോബ്ലംസും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ മാക്സിമം എല്ലാം ഉൾപ്പെടുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. ലെങ്തി ആണ്, അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധിച്ച് പഠിക്കുക. ഓരോ ടേമും നന്നായിട്ട് പഠിച്ചു വെക്കുക. നമുക്ക് ഒന്നും സ്കിപ്പ് ചെയ്യാൻ സാധിക്കില്ല, കാരണം നമ്മൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് എടുക്കുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എന്തായാലും നന്നായിട്ട് പഠിക്കുക. കഴിഞ്ഞ ചാപ്റ്റർ വളരെ ചെറുതായിരുന്നു, അതിന് പകരം വലിയൊരു ചാപ്റ്റർ വന്നു എന്ന് വിചാരിച്ചാൽ മതി. എന്തായാലും നമ്മൾ മുമ്പേ പഠിച്ച കാര്യങ്ങളാണ്, ഒന്നുകൂടി റിവൈസ് ചെയ്യുക. കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ദെൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ ചാപ്റ്ററുമായിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, താങ്ക് യു.